സുനിൽ ദത്ത്, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷൈജു പള്ളിയിൽ, മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഇത്തരത്തിലൊരു പരിപാടി ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിച്ചിരുന്നതല്ല. ചില ആളുകൾ ചോദിച്ചു വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും ഇത് തടുക്കാൻ സാധ്യമല്ല. തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഒരാളെ കുത്തി നോവിക്കുന്നത് ശരിയല്ല, ശവത്തിൽ കുത്തുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളങ്ങനെ ചെയ്യുന്ന ആളുകളുമല്ല. പക്ഷെ അത് ചെയ്യിപ്പിച്ച് അടങ്ങൂ എന്ന് തീരുമാനിച്ചാൽ പിന്നെ ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? എം എം മണി ഇവിടെ നേരത്തെ പറഞ്ഞു. എം എം മണി പറഞ്ഞതാണ് ഇതിന്റെ കാര്യം. തോറ്റാ തോറ്റു എന്ന് അംഗീകരിച്ച് ഇരിക്കുക, അതല്ലാതെ മണഗുണവർത്താനം പറയുക എന്നുള്ളതല്ല. പക്ഷെ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഈ കരച്ചിൽ നിൽക്കണ്ടേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഒരാളെന്നോട് പറഞ്ഞു, ആകാശദൂത് സിനിമ കണ്ടിട്ട് പോലും ഒരാൾ ഇതുപോലെ കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയാല് ഏറ്റവും കൂടുതൽ ആളുകളെ കരയിപ്പിച്ച ഒരു സിനിമയാണ് ആകാശദൂത്. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളുകളാണ്. നെഞ്ചത്തടിച്ച് കരയാണ്, കരച്ചിലാണ് ഫുള്ള്. പക്ഷെ അതൊന്നുമല്ല, ഇത് അതിനേക്കാളൊക്കെ അപ്പുറം. നമ്മൾ വിചാരിച്ചൊരു 4 ദിവസം കഴിഞ്ഞാൽ നിർത്തും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിർത്തും. ഇതിപ്പോ മാസവും കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, പക്ഷെ കരച്ചിൽ ഒരു ശമനവുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും ഇതിനൊക്കെ മറുപടി പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അന്തിക്കാട് നിന്ന് തന്നെ, ഈ കുത്തിത്തിരിപ്പുകാരന്റെ നാട്ടിൽ നിന്ന് തന്നെ ഇതിന് മറുപടി പറഞ്ഞു തുടങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ചത്. എല്ലാ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി പരിപാടി തീരുമാനിച്ചിട്ടുണ്ട്. BJP ഒന്നിനും മറുപടി പറയാതെ പോകില്ല. അങ്ങനെ ആളില്ലാത്ത പോസ്റ്റാണ് എന്ന് കരുതി ഗോൾ അടിക്കാമെന്ന് ഒരു സുനിൽകുമാർ വിചാരിക്കേണ്ട. ഒരു ഗോൾ കണ്ടടിച്ചാൽ 4 ഗോൾ ഞങ്ങൾ തിരിച്ചടിക്കും. അതിനൊക്കെ നല്ല പ്രാപ്തിയുള്ള ആളുകൾ തന്നെയാണ്. 3/4 ലക്ഷം വോട്ടിന് നിങ്ങൾ തോൽപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ നാവടപ്പിക്കാനും കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകൾ തന്നെയാണ് തൃശൂർ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്തും വായിൽ തോന്നിയത് മുഴുവൻ നാവിന് എല്ലില്ല എന്ന് കരുതി പറഞ്ഞു പോകാമെന്ന് സുനിൽകുമാർ കരുതണ്ട. നിങ്ങൾ പറഞ്ഞതിനൊക്കെ പലിശ സഹിതം മറുപടി പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി തൃശൂരിലെ ജയം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ജയമല്ല. നമ്മൾ സാധാരണ പറയും, ഇതിനും മികച്ചത് സ്വപ്നങ്ങളിൽ മാത്രം, അല്ലെ? നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്ര വലിയ വിജയമാണ്, സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറം വലിയ വിജയമാണ്. 75,000 വോട്ടിന്റെ വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി തൃശൂരിൽ നേടിയതല്ല. അല്ലാതെ 5,000 വോട്ടിന്റെ 10,000 വോട്ടിന്റെ വിജയമല്ല. 3/4 ലക്ഷം വോട്ടിനാണ് കൊമ്പന്മാരായിട്ടുള്ള സുനിൽകുമാറിനെയും കെ മുരളീധരനെയും തൃശൂരിലെ ജനങ്ങൾ കെട്ടുകെട്ടിച്ചത്. സ്വപ്നതുല്യമായിട്ടുള്ള വിജയമാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞത്, സമഗ്രവും സമ്പൂർണവും ആധികാരികവും ഐതിഹാസികവുമായിട്ടുള്ള വിജയമാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായത്. ജയിച്ചപ്പോ ഞങ്ങൾ അഹങ്കരിച്ചില്ല. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല ഇത് BJPയുടെ വിജയമാണ്. ഞങ്ങൾ പറഞ്ഞത് ഇത് തൃശൂരിലെ ജനങ്ങളുടെ വിജയമാണ്. സുരേഷ് ഗോപിയെ തൃശൂരിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി. BJPക്കാര് മാത്രമല്ല, ഈ സുനിൽ കുമാറിന്റെ CPIക്കാര് വരെ ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. യുവാക്കൾ ഏറ്റെടുത്തു, ബിസിനസ്സുകാർ ഏറ്റെടുത്തു, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ആവേശത്തോടു കൂടിയാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, തൃശൂരിന്റെ അന്തസ്സാണ്, അഭിമാനമാണ് സുരേഷ് ഗോപി ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തൃശൂരിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീകൾ രംഗത്തിറങ്ങി. പല സുഹൃത്തുക്കളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലൊക്കെയുള്ള സുഹൃത്തുക്കൾ, ഇപ്പൊ വക്കീലന്മാരായിട്ടുള്ള പല സുഹൃത്തുക്കളും പറഞ്ഞു, അനീഷ് ഒരു രക്ഷയിലാണ്, എന്റെ ഭാര്യ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഔട്ട് ചെയ്യും. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എത്രയോ ആളുകൾ പറഞ്ഞു, CPMന്റെയും CPIയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അവര് പറയുകയാണ്, ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഇനിയിപ്പോ ഡൈവോഴ്സ് ചെയ്യേണ്ടി വരും.
ഞങ്ങൾ എന്ത് തന്നെയായാലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും. പറയുക മാത്രമല്ല, പ്രവൃത്തിയിൽ കണ്ടില്ലേ? അതാണ് പ്രവൃത്തിയിൽ കണ്ടത്. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇപ്പൊ നിങ്ങൾ പറയുന്നു കള്ളവോട്ടാണ് ചെയ്തു. കള്ളവോട്ടല്ലേ ചെയ്തു. അങ്ങനെ കള്ളവോട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാര്യമാര്, പെങ്ങന്മാര്, അമ്മമാര് അവരൊക്കെ കള്ളവോട്ട് ചെയ്തു എന്ന് സുനിൽകുമാർ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അവരാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്. അവർ കള്ളവോട്ടല്ല ചെയ്തത്. അവർ കള്ളന്മാർക്കെതിരാണ് വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് അക്ഷരപ്പിശകാണ്. അവർ കള്ളവോട്ടല്ല, കള്ളന്മാർക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. അവർ വോട്ട് ചെയ്തു. നിങ്ങൾ തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരെ പരിഹസിക്കുകയാണ്. ആണോ? എന്താ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്നാണോ? ആ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ 4,13,000 പേർ തൃശ്ശൂരിലെ വോട്ടർമാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ആ 4,13,000 പേരും കള്ളവോട്ടർമാരാണ്. അവരെയല്ലേ നിങ്ങൾ കള്ളന്മാരെന്ന് വിളിക്കുന്നത്? കള്ളവോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത 4,13,000 തൃശ്ശൂർക്കാരെ നിങ്ങൾ കള്ളന്മാരെന്നല്ലേ വിളിക്കുന്നത്? തൃശ്ശൂരിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളത് കൊണ്ടാണ്, തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള കള്ളന്മാരെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിലെ ജനങ്ങൾ തയ്യാറായത്. അതാണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള വിജയം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അഹങ്കാരികൾക്ക്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായി, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വോട്ടെണ്ണുന്നതിന്റെ അന്ന് കാലത്ത് ചോദിക്കുമ്പോ സുനിൽകുമാറിനോട് പത്രമാധ്യമങ്ങൾ ചോദിച്ചു, തൃശ്ശൂരിൽ താമര വിരിയുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് മറുപടി, നമ്മുടെ സുനിലേട്ടന്റെ മറുപടി, താമര വിരിയും അല്ല ചെളിക്കുണ്ടിലുമായിരിക്കും വിരിയുക. സുനിൽകുമാർ പറഞ്ഞ മറുപടിയാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇപ്പോഴും കാണാം, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. വോട്ടെണ്ണുന്ന ജൂൺ 4-ാം തീയതി കാലത്ത് അദ്ദേഹം പറയുകയാണ്, താമര വിരിയും, തൃശ്ശൂരല്ല ചെളിക്കുണ്ടിൽ വിരിയും. അഹങ്കാരമല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു പൊതുപ്രവർത്തകൻ പറയാവുന്ന വാക്കുകളാണ്. വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. അവർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അല്ലാതെ അതിന്റെ കുത്തകാവശം അട്ടിപ്പറ് ഒരു സുനിൽകുമാറിന് കൊടുത്തിട്ടില്ല. അവര് തീരുമാനിക്കും ഞങ്ങളുടെ ജനപ്രതിനിധി ആരായിരിക്കുമെന്ന്. അതിനെ പരിഹസിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. അഹങ്കാരമല്ലേ? ജൂൺ 4-ാം തീയതി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പാർട്ടി ഓഫീസിലേക്ക് കാലത്ത് പോവുകയാണ്. വോട്ടെണ്ണൽ കാണാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ നിന്ന് കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പടിഞ്ഞാറേക്കോട്ടയിലാണ് താമസിക്കുന്നത്. ഞാൻ ഇറങ്ങി ചുങ്കത്ത് ഇറങ്ങി പോകുമ്പോ സുനിലേട്ടന്റെ വലിയൊരു വിജയരഥം പടിഞ്ഞാറേക്കോട്ടയിൽ കിടക്കുകയാണ്. വലിയ വിജയരഥം. എന്റെ മനസ്സ് ചത്തു. ഇത്രയ്ക്ക് ആത്മവിശ്വാസം. ഞാൻ വെറുതെ പറയുന്നില്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്തൊരു ആത്മവിശ്വാസമായിരുന്നു. ജയിക്കുമെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചിറക്കുകയാണ്. അങ്ങനെ അത്രയും വലിയ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വീഴുമ്പോ 75,000 വോട്ടിന്റെ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് മാനസിക ആഘാതം ഉണ്ടാകും. സ്വാഭാവികമാണ്. സ്വപ്നങ്ങളല്ലേ, മനുഷ്യന്മാർക്ക് സ്വപ്നം കാണാമല്ലോ. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിരിക്കും. ആ വിജയരഥത്തിലേറി ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇങ്ങനെ കയ്യം വീശി യാത്ര ചെയ്യുന്ന സ്വപ്നം കണ്ടിരിക്കും. തൃശൂർ ലോക്സഭയിൽ നിന്ന് ജയിച്ച് MP ആയി ഇൻഡിഗോയുടെ ബിസിനസ് ക്ലാസ്സിൽ കയറി അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ പൈജാമയും കുർത്തയും മോഡി കോട്ടും ധരിച്ച് ചെന്നിറങ്ങുന്ന സ്വപ്നം കണ്ടിരിക്കും. ദില്ലിയുടെ ആ തണുത്ത രാത്രികളെ അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കും. ചുവന്ന ബോർഡും വെച്ച് നരേന്ദ്രമോദി നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരം സെൻട്രൽ വിസ്തയിൽ ആ MP എന്ന ബോർഡും വെച്ച് ചെന്നിറങ്ങുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ നിരയിലിരുന്ന് കുറുക്കന്മാരെ പലോരിയിടുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹം കണ്ടിരിക്കാം. ആ സ്വപ്നങ്ങൾ തകർന്നതിന്റെ മനോവ്യതയിലാണ് പ്രിയപ്പെട്ടവരെ ഈ കരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണക്കേടാണ്. ജനാധിപത്യത്തിൽ ജയവും പരാജയവും ഉണ്ടാകില്ല. പ്രധാനമന്ത്രിമാര് വരെ പരാജയപ്പെട്ട രാജ്യമാണിത്. ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ?
നമ്മുടെ എത്ര നേതാക്കന്മാർ പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചില്ലേ? ഇതേ സുരേഷ് ഗോപി 2 തവണ ഇവിടെ പരാജയപ്പെട്ടില്ലേ? എന്തെങ്കിലും ഒരു മോശം വാക്ക് പറഞ്ഞു? ജയിച്ചവരെ മോശമാക്കുന്ന ഒരു വാക്ക് ആ മനുഷ്യന്റെ നാവിൽ നിന്ന് വന്നു? ജനവിധിയെ ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഒരൽപ്പം ജനാധിപത്യ ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ടത് എന്താണ്? ജനവിധിയെ ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? ഇതല്ലേ ജനാധിപത്യം, മര്യാദ എന്ന് പറയുന്നത്? ഇതുപോലുള്ള ആളുകളിൽ നിന്നൊക്കെ ജനാധിപത്യ മര്യാദ നമ്മൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അധാർമിക മാർഗങ്ങൾ ഇവർ ഉപയോഗിച്ചു സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ. ചെറിയ കാര്യങ്ങളാണ്, എന്തൊക്കെ അദ്ദേഹത്തെ കുടുക്കാൻ, എന്തൊക്കെ അരക്കില്ലം ചമച്ചു. പെണ്ണുകേസിൽ വരെ കുടുക്കിയില്ലേ സുരേഷ് ഗോപിയെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടില്ലേ പെണ്ണുകേസിൽ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു മനുഷ്യനെ ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ പീഡന കേസിൽപ്പെടുത്തി. നമ്മളെല്ലാവരും കണ്ടതല്ലേ? അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ച സമയത്ത്, അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ചോദ്യം ചോദിച്ച സമയത്ത് മകളെ പോലെ കരുതി ആ കുട്ടിയോട് ചിരിച്ചുകൊണ്ട് മോളെ അത് വേണ്ട എന്ന് തോളത്ത് തട്ടി പറഞ്ഞതിനാണ് പീഡന കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ഇന്ന് അദ്ദേഹം പ്രതിയായി നടക്കുകയാണ്. ഈ പിണറായി വിജയൻ ചെയ്തതല്ലേ? ഇവരുടെ സർക്കാർ ചെയ്തല്ലേ? ആർക്കു വേണ്ടി? ഈ സുനിൽ കുമാറിന് ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പെണ്ണുകേസിൽ കുടുക്കി ഈ സർക്കാർ. എന്തൊക്കെ കാര്യം! അദ്ദേഹം കരുവന്നൂരിലെ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, പണം നഷ്ടപ്പെട്ട സഹകാരികൾക്ക് വേണ്ടി പദയാത്ര നടത്തി. കരുവന്നൂരിൽ നിന്ന് തൃശൂർ വരെ 20 കിലോമീറ്റർ ദൂരം സുരേഷ് ഗോപിയെ പോലൊരാൾ ആയിരങ്ങൾ അണിനിരന്ന് ആ കാട്ടുകള്ളന്മാരെ കിടുകിട ഉറപ്പിച്ച ആ ബഹുജന മാർച്ചിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ 3 കേസുകളാണ് സുരേഷ് ഗോപിക്കെതിരെ ചാർജ് ചെയ്യുന്നത്. ഒരു പദയാത്ര നടത്തിയത് ആർക്കെങ്കിലും അതിനൊരു കേസ് ചാർജ് ചെയ്ത ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ പലരും ആ പദയാത്രയിൽ പങ്കെടുത്തതിൽ അതിൽ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടായോ? സംഘർഷമുണ്ടായോ? ബലം പ്രയോഗിച്ച് ആരെങ്കിലും വഴി തടയുന്ന ഒരു സംഭവം ഉണ്ടായോ? എന്നിട്ടാണ് ആ പദയാത്ര കടന്നുപോയ 3 പോലീസ് സ്റ്റേഷനിലും സുരേഷ് ഗോപിയെ പ്രതിയാക്കി ഇവര് കേസെടുത്തു. എന്തായിരുന്നു ലക്ഷ്യം? സുരേഷ് ഗോപിയെ തകർക്കണം. സുരേഷ് ഗോപിയെ ഞങ്ങൾ നിലത്തൊടിക്കില്ല, ഇതായിരുന്നില്ലേ പ്രഖ്യാപനം? എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തി സുരേഷ് ഗോപി ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇവരെ പോലെ കട്ടിട്ടും മോഷ്ടിച്ചിട്ടുമല്ല, സർക്കാർ ഖജനാവിൽ കൈയിട്ട് വാരിയിട്ടല്ല, അധ്വാനിച്ചുണ്ടാക്കുന്ന പണം. മനസ്സിലായി? അധ്വാനിച്ചുണ്ടാക്കുന്ന പണം. നിങ്ങൾക്കൊരു സംഭവമെങ്കിലും ഒരാളെ സഹായിച്ച ഒരു സംഭവം, സ്വന്തം പോക്കിൽ നിന്ന് പണം മുടക്കി ഒരാളെ സഹായിച്ച ഒരു സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? സുരേഷ് ഗോപിക്ക് 1000 സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടി 45 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. അവിടേക്ക് ആദ്യമായി കുടിവെള്ളം എത്തിച്ചത് സ്വന്തം പോക്കറ്റ് പണം ഉപയോഗിച്ച് സുരേഷ് ഗോപിയാണ്. 69 വർഷക്കാലം കേരളം മാറി മാറി ഭരിച്ചിട്ടും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിച്ചോ കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കാൻ? സുരേഷ് ഗോപി വേണ്ടി വന്നില്ലേ? അട്ടപ്പാടിയിലെ എത്രയെത്ര ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ സഹായം, കുട്ടികൾക്ക് പഠിക്കാൻ പണം, ആദിവാസി ഊരുകളിലേക്ക് റോഡ് സർക്കാർ ഫണ്ടിൽ നിന്നല്ല, സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നൽകുന്നു. കൊറോണ കാലത്ത് കേന്ദ്ര സർക്കാർ നൽകിയ പണം വരെ, PPE കിറ്റും സാനിറ്റൈസറും മാസ്കിലും വരെ അഴിമതി നടത്തി സുനിൽകുമാറിന്റെ പാർട്ടിക്കാർ കട്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ കിട്ടാതെ വലഞ്ഞ രോഗികൾക്കായി പ്രാണ പദ്ധതിക്ക് 7.5 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു നൽകി സുരേഷ് ഗോപി. നമ്മുടെ ഈ തൃശൂർ ജില്ലയിൽ ആദിവാസി ഊരുകളിലേക്ക് യാത്ര ചെയ്യാൻ ഗതിയില്ല എന്ന് പറഞ്ഞ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വോട്ട് നൽകിയ സുരേഷ് ഗോപി. ഞാൻ അദ്ദേഹം നൽകിയ കാര്യങ്ങൾ വിശദീകരിക്കാനിരുന്നാൽ
ഈ 1 മണിക്കൂർ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. എത്ര പേർക്ക് വീട് നൽകി, കുടിവെള്ളം എത്തിച്ചു നൽകി, ചികിത്സാ സഹായം കൊടുത്തു. കരുവന്നൂരിൽ നിങ്ങൾ 300 കോടി രൂപ കട്ടുമുടിച്ച് തിന്നുകൊടുത്ത ആ സമയത്ത് 3 പേരവിടെ ആത്മഹത്യ ചെയ്തു. നിരവധി പേർക്ക് ചികിത്സ മുടക്കി. ആരാണ് അവരെ സഹായിച്ചത്? 300 കോടി കട്ട നിങ്ങളുടെ പാർട്ടിക്കാരല്ല, സുരേഷ് ഗോപിയാണ് അവരെ സഹായിച്ചത്. എത്ര കുട്ടികൾക്ക് പഠിക്കാൻ മൊബൈലും ലാപ്ടോപ്പും നൽകി. ഇന്നും ആ മനുഷ്യൻ കയ്യിൽ ഒരു പണം വന്നാൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്, സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്ന പണം. ആ പണം കയ്യിൽ വന്നാൽ അത് ഓട്ടക്കൈയാണ്, അപ്പ കൊടുത്തു തീർക്കും ആളുകൾക്ക്. ആ മനുഷ്യനെ നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ? നിങ്ങളുടെ അപ്പം വണ്ടി യാത്ര വന്നില്ലേ തൃശ്ശൂരിൽ? ഇല്ലേ, ഗോവിന്ദന്റെ അപ്പം വണ്ടി യാത്ര 2 യാത്ര നടത്തി 2 കൊല്ലത്തിനിടയ്ക്ക് CPM. ഒന്ന് കക്കൂസ് വണ്ടി യാത്ര, ഒന്ന് അപ്പം വണ്ടി യാത്ര. അത് രണ്ടും കൂടി തെറ്റിപ്പോകരുത്. പിണറായി വിജയൻ നയിച്ചതാണ് കക്കൂസ് വണ്ടി യാത്ര, ഗോവിന്ദൻ നയിച്ചതാണ് അപ്പം വണ്ടി യാത്ര. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, അപ്പം വിറ്റ് വരാൻ കേരയിൽ വേണം. ഇതാണ് അപ്പം വിറ്റ് എറണാകുളത്ത് പോയി അപ്പം വിറ്റ് ഷൊർണൂർക്ക് തിരിച്ചു വരണം, അതിനൊരു കേരയിൽ വേണം. ഇതായിരുന്നു അതിന്റെ മുദ്രാവാക്യം. ആ അപ്പം വണ്ടി യാത്ര തൃശ്ശൂരിൽ വന്നപ്പോ അദ്ദേഹം സമയം മുഴുവൻ വിനിയോഗിച്ചത് സുരേഷ് ഗോപിയെ തെറി പറയാനായിരുന്നു. സുരേഷ് ഗോപി ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെ, സേവന പ്രവർത്തനങ്ങളെ അധിക്ഷേപിക്കാൻ, അപമാനിക്കാൻ. നിങ്ങൾ പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്നല്ലേ? നിങ്ങൾ ആരെക്കും ഒരു സഹായം ചെയ്യില്ല. പാവം സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്താൽ ആ മനുഷ്യനെ പരിഹസിക്കുക, അപഹസിക്കുക. ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കാൻ നോക്കി. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ്. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയാണ്, പക്ഷെ മറ്റു മതങ്ങളെ ബഹുമാനത്തോടു കൂടി കാണുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. മകളുടെ വിവാഹം വന്ന സമയത്ത് അദ്ദേഹം ഒരു പള്ളിയിലേക്ക് ഒരു വഴിപാട് നേർന്നു. മകളുടെ വിവാഹ സമയത്താണ് നമ്മൾ മനസ്സിലാക്കണം. ആ വഴിപാട് അദ്ദേഹം ആ പള്ളിയിൽ കൊടുത്ത സമയത്ത് അത് മുക്കുപണ്ടമാണ് എന്ന് വിവാദമുണ്ടാക്കി. നിങ്ങളുടെ പണമൊന്നുമല്ലല്ലോ. അദ്ദേഹം ചിലപ്പോൾ മുക്കുപണ്ടം കൊടുക്കും, മുക്കല്ലാത്ത പണ്ടം കൊടുക്കും. നിങ്ങളാരാ ചോദിക്കാൻ? അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ഒരു വഴിപാട് കൊടുക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരാ, കോൺഗ്രസുകാരാ, നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ആ മനുഷ്യനെ പൊതുജന സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ അപമാനിച്ചില്ലേ, അവഹേളിച്ചില്ലേ? തങ്ക കിരീടമാണ് കൊടുത്തത്, തങ്ക കിരീടം. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് തങ്ക കിരീടമാണ് ആ മനുഷ്യൻ സമർപ്പിച്ചത്. അതിന്റെ പേരിൽ നിങ്ങൾ എത്രമാത്രം വേട്ടയാടി സുരേഷ് ഗോപിയെ? ഈ വേട്ടയാടലുകളെല്ലാം അതിജീവിച്ച് ജനങ്ങൾ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ജയിച്ചതിന് പിറ്റേ ദിവസം തുടങ്ങി പൂരം കലക്കിയാണ് ജയിച്ചത്. ആരാ പൂരം കലക്കിയത്? സുരേഷ് ഗോപിയാണ് പൂരം കലക്കിയത്. പൂരം കലക്കിയാൽ നിങ്ങളാണ് സുനിൽകുമാർ, നിങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങളാണ് നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആനയ്ക്ക് വട്ടുകൊടുക്കാൻ വന്നവരെ ഓടിപ്പിച്ചു വിട്ടത്. അവിടെ മേളം കൊട്ടിക്കൊണ്ടിരുന്ന ആളുകളെ ലാത്തി ചാർജ് ചെയ്തത്. തൃശൂരിലേക്ക് പൂരം കാണാൻ വന്ന ആളുകളെ അടിച്ചോടിച്ചത്, പന്തക്കാരനെ ലാത്തി ചാർജ് ചെയ്തത് ഞങ്ങളല്ല. കുടമാറ്റത്തിന് കുടയുമായിട്ട് വന്ന ആളുകളെ കടത്തിവിടുന്നില്ല. കുടമാറ്റത്തിന് കുട കടത്തിവിടാതെ പിന്നെ എങ്ങനെയാ കുടമാറ്റം നടക്കുക? അങ്ങനെ പോലീസിന് പൂരം കലക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ഈ സുനിൽകുമാറും നിങ്ങളുടെ രാജനും അങ്ങനെ പറയുന്ന മുഴുവൻ ആളുകളും വീട്ടിൽ പോയി കിടന്നുറങ്ങി. പൂരം കലക്കി. പോലീസ് നിർദ്ദേശം പിണറായി വിജയന്റെ പോലീസല്ലേ? പൂരം കലക്കാൻ നിർദ്ദേശം പോലീസ് അടിമുടി അങ്ങോട്ട് നടപ്പാക്കി. പൂരം അങ്ങോട്ട് കലക്കി. പൂരം കലക്കാൻ നിർദ്ദേശം കൊടുത്ത് ഇവരൊക്കെ വീട്ടിൽ പോയി. പൂരം കലങ്ങിയ സമയത്ത് പൂരപ്രേമികൾ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയെ കൊണ്ടുവരണം, പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഞങ്ങളൊക്കെ വയ്യാണ്ട് കിടക്കുന്ന മനുഷ്യനെ നടുവേദനയായി 2 ദിവസം അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങാത്ത സമയമാണ്. ആ മനുഷ്യന് ഞങ്ങൾ വീട്ടിൽ പോയി ആംബുലൻസിൽ കൊണ്ടുവന്ന് അങ്ങനെ പാറമേക്കാവും തിരുവമ്പാടിയുമായി ചർച്ച നടത്തി നിർത്തിവെച്ച പൂരം പൂരപ്രേമികൾക്ക് വേണ്ടി നിങ്ങൾ നടത്തണമെന്ന് ആ വയ്യാത്ത മനുഷ്യൻ ആംബുലൻസിൽ വന്ന് പൂര കമ്മിറ്റിക്കാരോട് റിക്വസ്റ്റ് ചെയ്തു.
അഭ്യർത്ഥിച്ചു. അങ്ങനെ പൂരം നടത്താൻ അവർ തയ്യാറായി. അങ്ങനെ പൂരം വീണ്ടും പുനരാരംഭിച്ച സമയത്താണ് അതുവരെ മുങ്ങിയ രാജനും സുനിൽകുമാറും ഒക്കെ പൊങ്ങിയത്. മനസ്സിലായോ? അപ്പൊ പൂരം മുടക്കിയത് നിങ്ങളും, പൂരം നടത്തിച്ചത് സുരേഷ് ഗോപിയുമാണ്. സുരേഷ് ഗോപി ഒന്ന് പൂരം മുടക്കാനല്ല, സുരേഷ് ഗോപി ഇടപെട്ടാണ് മുടങ്ങിയ പൂരം നടത്തിച്ചത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പൂരം കലക്കിയെന്ന്. നിങ്ങളെ പോലീസിനെ വെച്ച് അന്വേഷിപ്പിച്ചു. വലിയ കമ്മീഷനല്ലേ അന്വേഷിച്ചത്? സ്പെഷ്യൽ സംഘമാണ് അന്വേഷിച്ചത്. ഇപ്പൊ എന്താ അന്വേഷണ സംഘം എന്താ കണ്ടെത്തിയത്? പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് എന്താ കണ്ടെത്തിയത്? തിരുവമ്പാടിക്കാർ പൂരം മുടക്കിയെന്നാണോ? സുരേഷ് ഗോപി പൂരം മുടക്കിയെന്നാണോ? BJP-ക്കാർ പൂരം മുടക്കിയെന്നാണോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ റിപ്പോർട്ട് പുറത്തേക്കൂടെ. എന്താ കണ്ടെത്തിയത്? പോലീസ് പൂരം കലക്കി അല്ലേ? എന്താ റിപ്പോർട്ട്? പോലീസ് പൂരം കലക്കി. അത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്? അതല്ലേ ഞങ്ങളും പറഞ്ഞത്? നിങ്ങൾ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് പൂരം കലക്കി. നിങ്ങളെ പോലീസ് പൂരം കലക്കിയാൽ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം? ആണോ? ഒരു അമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു. അമ്പലങ്ങൾ തല്ലി തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് നിങ്ങളുടെ. ഇപ്പൊ പുതിയ കണ്ടെത്തൽ എന്താണെന്ന് അറിയും? പൂരങ്ങൾ നമുക്കൊരു ഭീഷണിയാണ്. കാരണം പൂര കമ്മിറ്റിയിൽ മുഴുവൻ BJP-ക്കാരാണ്. ആ പൂര കമ്മിറ്റിയിൽ ആളുകൾ വന്നാൽ, പുതിയ ചെറുപ്പക്കാരൊക്കെ കമ്മിറ്റിയിൽ വന്നാൽ അവരെല്ലാം BJP-ക്കാരാവുകയാണ്. അപ്പൊ അതിനുള്ള മാർഗം എന്താ? എലിയെ പഠിച്ചില്ലെന്ന് ചൂടുക, പൂരക്കട് കലക്കുക. പൂരണ്ടായല്ലേ പ്രശ്നമുള്ളൂ. പൂരണ്ടായല്ലേ പൂര കമ്മിറ്റി ഉണ്ടാവും. അപ്പൊ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ എല്ലാ സ്ഥലത്തും പൂരം കലക്കുക എന്നുള്ളത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അജണ്ടയാണ്. ആ അജണ്ടയാണ് അവിടെ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. അല്ല, സുരേഷ് ഗോപി പൂരം കലക്കിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച് ഈ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയിട്ട. അങ്ങനെ കുറെ കള്ളപ്രചരണങ്ങൾ. പിന്നെ പറഞ്ഞു ക്രിസ്ത്യൻ വോട്ടിനെ ഹൈജാക്ക് ചെയ്തു, അവരെ പാട്ടിലാക്കി, കിരീടം കൊടുത്ത് പാട്ടിലാക്കി. അങ്ങനെ ക്രിസ്ത്യൻ വോട്ട് പെട്ടിയിലാക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അടുത്ത പ്രചരണം അതായിരുന്നു. അത് കുറച്ചു കാലം അതോടി. അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ പറഞ്ഞു വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. പിന്നെ അതായിരുന്നു കുറെ കാലം. ഇപ്പൊ ഞാൻ പറയുന്നു കള്ള വോട്ട് ചെയ്തിട്ടാണ് BJP ജയിച്ചത്. വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടാണ്, കള്ള വോട്ട് ചെയ്തു എന്ന തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടിയുടെ ഏർപ്പാടാണ് സുനിൽകുമാറിന്റെ. അതിനെന്താ ഏർപ്പാട്? ഈ കോളനി മുഴുവൻ ഒഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതേതാണ് രേഖ? അത് ഇതാണ് രേഖ. നിങ്ങളൊന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ, വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണിയത് അല്ലെ? വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണിയത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെങ്കിൽ, കള്ളവോട്ട് നടന്നുവെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ബൂത്ത് ഏജന്റുമാരൊക്കെ കിടന്ന് ഉറങ്ങുകയായിരുന്നോ ബൂത്തുകളിൽ? ആണോ? അതിനാണോ നിങ്ങൾ ബൂത്ത് ഏജന്റുമാരെ വെച്ചത്? നിങ്ങൾ CPM-നെ പരിഹസിക്കുന്നു മിസ്റ്റർ സുനിൽകുമാർ. നിങ്ങളെ പാർട്ടിക്ക് ആളില്ലാത്ത പാർട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാ ബൂത്തിലും ആളിരുന്നല്ലോ CPM-ന്റെ ആളുകൾ. ആ ആളുകളൊക്കെ ഒന്നിനും പറ്റാത്ത ഷണ്ടന്മാരായിരുന്നു എന്നാണോ സുനിൽകുമാർ പറയുന്നത്? ആ ഒരു മാസക്കാലം, വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന ഒരു മാസക്കാലം നിങ്ങൾക്ക് ഈ വോട്ടെടുപ്പിൽ ഒരു കൃത്രിമം നടന്നുവെങ്കിൽ എന്റെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇനി അതൊക്കെ പോട്ടെ, വോട്ടെടുപ്പിൽ തോറ്റു. 75,000 വോട്ടിന് ജനങ്ങൾ കെട്ടുകണ്ടിച്ചല്ലോ. അത് കഴിഞ്ഞ് 45 ദിവസമുണ്ടായിരുന്നു കോടതിയിൽ പരാതി കൊടുക്കാൻ. പരാതി കൊടുത്തു. നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല? ചാനൽ ചർച്ചയിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചു സുനിൽകുമാറിനോട്. ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കൊടുത്തു, പരാതി കൊടുത്തു, ഹൈക്കോടതിയിൽ കേസുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ പാടുണ്ടോ? ഹൈക്കോടതിയിൽ കേസുള്ളത് കള്ള വോട്ട് ചെയ്തതിന്റെ കേസല്ല, വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതിന്റെ കേസല്ല. അവിടെ കൊടുത്തിട്ടുള്ള കേസ് എന്താ? അത് വേറെ ഒരു സൂക്കേട്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മതചിഹ്നം ഉപയോഗിച്ചാണ് എന്ന് പറഞ്ഞ് പണ്ടേതോ കാലത്ത് അദ്ദേഹം ഏതോ ഒരു ശ്രീകൃഷ്ണന്റെ എന്തോ ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ ഷർട്ടിലുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. തോറ്റു എന്ന് പറഞ്ഞ് വീട്ടിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ തോറ്റപ്പോ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു കേസാണ്. പണ്ടേതോ കാലത്ത് സുരേഷ് ഗോപിയുടെ ഷർട്ടിൽ ഒരു ശ്രീകൃഷ്ണന്റെ ചിഹ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് മതചിഹ്നം പ്രയോജനപ്പെടുത്തിയാണ് സുരേഷ് ഗോപി ജയിച്ചത്
അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം. ഇതാണ് കേസ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ സുരേഷ് ഗോപിയുടെ ഷട്ടിൽ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ? അത് കണ്ടിട്ടാണോ നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്തത്? അത് കണ്ടിട്ടാണോ ഈ 4,13,000 പേര് വോട്ട് ചെയ്തത്? അപ്പൊ അതും പറഞ്ഞ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് അസാധുവാക്കണം. ഇതാണ് ഹൈക്കോടതിയിലെ ഹർജി. അല്ലാതെ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്നോ കള്ളവോട്ട് ചെയ്തു എന്നല്ല ഹർജി. എന്നിട്ടും പരസ്യമായി ചാനലിൽ ഇരുന്ന് പച്ചക്കള്ളം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്തേ പരാതി കൊടുക്കാതെ? എന്തേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുന്നില്ല? എന്തേ കോടതിയിൽ പരാതി കൊടുക്കുന്നില്ല? കോടതിയിൽ പരാതി കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. 45 ദിവസത്തിനുള്ളിൽ കൊടുക്കണം, അതാ നിയമം. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോഴും കൊടുക്കാൻ പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തില്ലേ സുനിൽകുമാറിന്, ടി.എം. പ്രതാപനും മുരളീധരനും എല്ലാവർക്കും കൊടുത്തു നോട്ടീസ്. ധൈര്യമുണ്ടെങ്കിൽ ഒരു അഫിഡവിറ്റ് ഇതാ. വോട്ടെടുപ്പിൽ കൃത്രിമം നടന്നു, കള്ളവോട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഒരു പരാതി വിത്ത് അഫിഡവിറ്റ് തരാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൊടുത്തോ? ഇതുവരെ കൊടുത്തോ? പത്രസമ്മേളനം നടത്തി എന്ത് നുണയും വിളിച്ചു പറയാം, എന്ത് കള്ളവും പറയാം. പക്ഷേ കോടതിയിൽ അത് പറയാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറയാൻ പറ്റുമോ? സുനിൽകുമാർ 10,000 നിന്നും തുടങ്ങിയതാണ് കള്ളവോട്ടിന്റെ കണക്ക്. ഇപ്പോ 80,000 എത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ ജയിക്കണമെങ്കിൽ 75,000 വോട്ട് തോറ്റ പിന്നെ 80,000 വോട്ട് കള്ളവോട്ട് ചെയ്തു എന്ന് പറയണമല്ലോ. അപ്പൊ അങ്ങോട്ട് അലക്കി വിടുകയാണ്. 80,000 വോട്ട് കള്ളവോട്ട്. ഏതാ 80,000? കോടതിയിൽ പോയാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയാൽ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോയാ പോരാ. 80,000 കള്ളവോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാണ് 80,000 പേര്? അവരുടെ പേര് വേണം. അവരേതൊക്കെ ബൂത്തിലാണ് വോട്ട് ചെയ്തത് കൃത്യമായിട്ടുള്ള കണക്ക് വേണം. എന്നിട്ട് അത് കോടതിയിൽ തെളിയിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അത് തെളിയിക്കണം. അല്ലാതെ പത്രക്കാരുടെ മുന്നിൽ തീർമാനം മുടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയിട്ട് ആ ഏർപ്പാട് നടക്കില്ല. തെളിവുണ്ടോ കയ്യിൽ? തെളിവുണ്ടോ കയ്യിൽ? തെളിവില്ല കയ്യിൽ. അതുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്. പരാതി കൊടുത്താലുള്ള അപകടം അറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്ത് ഒരു അഫിഡവിറ്റ് കൊടുത്ത് എങ്കിൽ ആ പരാതി വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല, അയോഗ്യനാവും. അപ്പോ ഈ ആരോപണം ഉന്നയിക്കുന്ന സുനിൽകുമാറിന് മറ്റുള്ളവർക്ക് അറിയാം ഇത് ഉണ്ടയില്ലാത്ത വഴിയാണ്, നുണയാണ് എന്ന് അവർക്കറിയാം. അപ്പൊ അവര് പരാതി കൊടുക്കാൻ തയ്യാറാവും. അപ്പൊ എന്തേ പരാതി കൊടുക്കാത്തത് എന്ന് BJP ചോദിക്കുമ്പോ പരാതി കൊടുക്കാത്തതിന്റെ ഉത്തരവാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്. ഈ കള്ള പരാതിയുമായിട്ട് ചെന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റില്ല. ഇപ്പൊ കുപ്പായം തുന്നിയിരിക്കുകയാണ്, അടുത്ത നിയമസഭയിൽ മത്സരിക്കണം. ഇപ്പൊ എന്തായാലും ഡൽഹിക്ക് പോകാൻ പറ്റിയില്ല, ഇനി തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ആലോചിച്ചത്. രാഷ്ട്രീയ ഉപജീവന മാർഗമായിട്ട് കാണുന്ന ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ പണിയൊന്നും അവർക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ? ഒരു പരാതിയില്ല. ആകെ ഒരു പരാതി, അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടില്ല, അതേപോലെ കളക്ടർക്ക് കൊടുത്തിട്ടില്ല. ആകെ ഒരു പരാതി ഉന്നയിച്ചത് 30-ാം ബൂത്ത് പൂങ്കുന്നത്തെ ഹരിശ്രീ പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി. അവിടെ 2 ഫ്ളാറ്റിൽ ആളില്ലാത്ത വോട്ടുകൾ ചേർത്തു എന്നാണ്. അവിടെ പോയി നോക്കിയ സമയത്ത്, സ്ലിപ്പ് കൊടുക്കാൻ പോയി നോക്കിയ സമയത്ത് കുറെ ആളുകൾ താമസക്കാരില്ല. അത് ശരിയാണ്, ഞങ്ങൾക്കുണ്ടാ പരാതി. ഇൻലാൻഡ് ഫ്ളാറ്റിൽ 80 ഫ്ളാറ്റ് ഉണ്ട്. ഞങ്ങൾ സ്ലിപ്പ് കൊടുക്കാൻ പോയ സമയത്ത് കുറെ ഫ്ളാറ്റിൽ ആളില്ല, അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അവരുടെ പേര് പട്ടികയിലുണ്ട്. അത് സ്വാഭാവികമല്ലേ? ഫ്ളാറ്റ് വാങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകൾ ആ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ടോ? പലരും വിദേശത്താണ്, അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ 2 ഫ്ളാറ്റ് അടഞ്ഞു കിടക്കുന്നു, ആളില്ല, പക്ഷെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. ഇതാണ് പരാതി. ഞങ്ങളോ പരാതി കൊടുത്തു. പക്ഷേ ഇലക്ഷൻ ഡേറ്റിൽ ഇവരാരും വോട്ട് ചെയ്തിട്ടില്ല, അടഞ്ഞു കിടക്കുന്നതാണ്. എന്താ പരാതി? അവർ സ്ഥലത്തില്ലാത്തവരുടെ പേരുണ്ടെന്നാണ്. അവർ സ്ഥലത്തില്ല, അവർ വോട്ടും ചെയ്തിട്ടില്ല, പിന്നെന്താ പരാതി? അവര് വന്ന് വോട്ട് ചെയ്തു എങ്കിൽ അത് വോട്ടിങ്ങിനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാം. ചെയ്യാത്ത വോട്ടിന്റെ പേരിൽ എങ്ങനെയാണ് സുരേഷ് ഗോപി 75,000 വോട്ട് ജയിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഇനി ആ 2 ഫ്ളാറ്റ് ആരുടെയാ? ഒന്ന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഫ്ളാറ്റാ. ഇൻലാൻഡ് ഫ്ളാറ്റ് എന്ന് പറയുന്നത് ആശിഷ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഫ്ളാറ്റാ. ഇനി അവിടെ കള്ളവോട്ട് ചേർത്തുവെങ്കിൽ അതിന് BJP ആണോ മറുപടി പറയണം? അതിന് മറുപടി പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റാ. കാരണം ഫ്ളാറ്റിന്റെ ഉടമ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാ. വോട്ടുകൾ വെരിഫൈ ചെയ്തത് രാജന്റെ വകുപ്പാണ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്, BJP-ക്കാരാണ്. ഒരാൾ വോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ അവിടെ പോയി പരിശോധിച്ച്, ഡോക്യുമെന്റ് പരിശോധിച്ച്
വോട്ടർ ലിസ്റ്റിൽ പേര് കയറ്റുന്നത് മിസ്റ്റർ സുനിൽകുമാർ, നിങ്ങളുടെ സുഹൃത്ത് രാജന്റെ വകുപ്പാണ്, റവന്യൂ വകുപ്പാണ്. ഞങ്ങളല്ല, ബിജെപിക്കാരല്ല. അപ്പൊ അവിടെ വോട്ട് ചേർന്നുവെങ്കിൽ ആരാ ഉത്തരവാദിത്വം? ബിജെപിക്കാരാണ്. മറ്റൊരു ഫ്ളാറ്റ് കോൺഗ്രസുകാരുടെ ഫ്ളാറ്റാ, അവിടെ വോട്ട് ചേർത്താൽ ബിജെപി ആണോ മറുപടി പറയേണ്ടത്? ഇനി ചെയ്യാത്ത വോട്ടിന്റെ പേരിലല്ലേ നിങ്ങൾ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കുന്നത്, ഈ കരച്ചിൽ മുഴുവൻ? ആ 30-ാം നമ്പർ ബൂത്തിലെ മുഴുവൻ വോട്ടും സുനിൽകുമാർ നിങ്ങൾ എടുത്തോളൂ, ഞങ്ങൾക്കൊരു പരാതിയില്ല. എന്നാ നിങ്ങൾ ജയിക്കോ? എന്നാ നിങ്ങളുടെ കരച്ചിൽ തീരുമെങ്കിൽ ആ വോട്ട് മുഴുവൻ നിങ്ങൾ എടുത്തോ. ഈ പറയുന്ന വോട്ടുകളൊന്നും പോൾ ചെയ്തിട്ടില്ല. ഇനി ആ പോൾ ചെയ്ത വോട്ട് അത് മുഴുവൻ സുനിൽകുമാർ അങ്ങോട്ട് എടുത്തോളൂ, എന്നാ ജയിക്കോ? അപ്പൊ പരാതി എവിടെയാ? ഒരൊറ്റ ബൂത്തിലാണ് പരാതി. വേറെ എവിടെയെങ്കിലും പരാതി ഉണ്ടോ? ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. ഈ 30-ാം നമ്പർ ബൂത്ത് ഒഴികെ 1275 ബൂത്തുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. 1275 ബൂത്ത്. അതിലൊരൊറ്റ ബൂത്തിൽ മാത്രമാണ് പേരിനെങ്കിലും ഒരു പരാതി. കോടതിയിലുമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുമില്ല. ബാക്കി 1274 ബൂത്തിൽ എന്ത് സംഭവിച്ചു സുനിൽകുമാർ? എന്ത് സംഭവിച്ചു? ഈ 1275 ബൂത്തിൽ 696 ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ലീഡാ. നിങ്ങൾ കണക്ക് മനസ്സിലാക്കണം. 1275-ൽ 696 ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ലീഡാണ്. ഈ 30-ാം നമ്പർ ബൂത്താണ്ട് കുറച്ചാലും 695 ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലീഡാണ്. അവിടെ എവിടെയെങ്കിലും വല്ല പരാതി ഉണ്ടോ സഖാക്കന്മാരെ? സുനിൽകുമാറിന് പരാതിയുണ്ടോ? CPM-ന് പരാതിയുണ്ടോ? പ്രതാപിന് പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്തിൽ പരാതിയുണ്ടോ? തൃശൂർ മണ്ഡലം ഈ സുനിൽകുമാറിന്റെ സുഹൃത്ത് ബാലചന്ദ്രനല്ലേ അവിടെ MLA അല്ലേ? അവിടെ ഒരു ബൂത്തിൽ പരാതിയുണ്ട്. ആ ബൂത്ത് മാറ്റി നിർത്തിയാൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലും പരാതിയുണ്ടോ? അവിടെ BJP ലീഡല്ലേ? 15,000 വോട്ടിന്. എത്ര വോട്ടിനാ ലീഡ്? ഈ പി ബാലചന്ദ്രൻ MLA ആയിട്ടുള്ള തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP 15,000 വോട്ടിന് ലീഡാണ്. ഈ തൊട്ടപ്പുറത്തെ മണ്ഡലം കെ രാജന്റെ മണ്ഡലം അല്ലേ? ഒല്ലൂർ മണ്ഡലത്തിൽ MLA ആരാ? കെ രാജനല്ലേ MLA? 28,000 വോട്ടിനാണ് കെ രാജൻ ഒല്ലൂർ മണ്ഡലത്തിൽ വിജയിച്ചത്. ആ ഒല്ലൂർ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 10,000 വോട്ടിന് ലീഡാണ്. 10,000 വോട്ടിന് ലീഡാണ്. കെ രാജന്റെ ഒല്ലൂർ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്തിൽ ഒരു സിംഗിൾ പെറ്റീഷൻ ഭാരതീയ ജനതാ പാർട്ടി കള്ളവോട്ട് ചെയ്തു, കൃത്രിമം നടന്നു? ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കുന്നു. രാജന്റെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു പരാതി നിങ്ങൾക്കുണ്ടോ? അവിടെ BJP ലീഡല്ലേ 10,000 വോട്ടിന്. ഈ തൊട്ടപ്പുറത്ത് പുതുക്കാട് മണ്ഡലം ആരാമല്ലേ? KK രാമചന്ദ്രൻ CPM-കാരൻ. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ BJP 10,000 വോട്ടിന് ലീഡാ. അവിടെ പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്തിൽ പരാതിയുണ്ടോ? BJP നിങ്ങളെ വെല്ലുവിളിക്കുന്നു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ലീഡ് ചെയ്തത് കള്ളവോട്ടിനാണെന്ന് നിങ്ങൾക്ക് ഒരു പരാതിയെങ്കിലും ഉണ്ടോ? ഇനി ഇരിങ്ങാലക്കുടയിൽ പോയാൽ അത് ആരുടെ മണ്ഡല? ബിന്ദു ടീച്ചർ MLA ആയിട്ടുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 13,000 വോട്ടിന് ലീഡാണ്. എവിടെയെങ്കിലും ഉണ്ടോ ഒരു പരാതി ഇരിങ്ങാലക്കുടയിൽ? ഉണ്ടോ? രാജനെ വെല്ലുവിളിക്കുന്നു, സുനിൽകുമാറിനെ വെല്ലുവിളിക്കുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു സിംഗിൾ പെറ്റീഷൻ പ്രിസൈഡിംഗ് ഓഫീസർക്കെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? BJP കള്ളവോട്ട് ചേർത്തു, കള്ളവോട്ട് ചെയ്തു, അങ്ങനെയാണ് ഇരിങ്ങാലക്കുടയിൽ BJP ജയിച്ചത്. ഉണ്ടോ പരാതി? അപ്പൊ അവിടെ BJP 13,000-ലധികം വോട്ടിന് ലീഡ് ചെയ്തില്ലേ? ഇനി മണലൂര് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 10,000 വോട്ടിന് ലീഡാണ്. 10,000-ലധികം വോട്ടിന് ലീഡാണ്. അവിടെ ആരാ MLA? മുരളി പെരുന്നെല്ലി, CPM-കാരനല്ലേ? മണലൂർ നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ പരാതി? ഏതെങ്കിലും ഒരു ബൂത്തിൽ പരാതിയുണ്ടോ? BJP കള്ളവോട്ട് ചെയ്തിട്ടാണ്, കള്ളവോട്ട് ചേർത്തിട്ടാണ് മണലൂരിൽ 10,000 വോട്ടിന് ജയിച്ചത്. ഉണ്ടോ? ഇനി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യാത്ത ഏക മണ്ഡലമാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത് BJP കള്ളവോട്ട് ചേർത്തു എന്നാണ് ആക്ഷേപം. ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത മണ്ഡലം ഗുരുവായൂരാണ്. ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ട മണ്ഡലം. അവിടെ BJP 3-ാം സ്ഥാനത്താണ്.
അവിടെ ലീഡ് ചെയ്ത് കോൺഗ്രസ്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ചേർന്നത് കള്ളവോട്ടാണെങ്കിൽ അത് കിട്ടിയത് കോൺഗ്രസ്സുകാർക്ക്. കള്ളവോട്ട് ചേർന്ന് കള്ളവോട്ട് ചെയ്ത് ലീഡ് പിടിച്ചത് കോൺഗ്രസ്. അവിടെ രണ്ടാം സ്ഥാനം സുനിൽകുമാറിനാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ചേർന്നതാണ് ഇതിന്റെ മാനദണ്ഡമെങ്കിൽ അവിടെ രണ്ടാം സ്ഥാനം സുനിൽകുമാറിനാണ്. അല്ല BJPക്ക് അല്ല, BJP അവിടെ മൂന്നാം സ്ഥാനത്താണ്. ഇനി നിങ്ങളുടെ സ്വന്തം മണ്ഡലം നാട്ടികയിലേക്ക് വന്നാൽ, നാട്ടികയിൽ ഭാരതീയ ജനതാ പാർട്ടി 14,000 ചില്ലാനും വോട്ടിന് ഭൂരിപക്ഷമാണ്. 14,000 ചില്ലാനും വോട്ടിന്. തൃശൂരിന്റെ തൊട്ട് താഴെയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ബൂത്തിൽ പരാതിയുണ്ടോ? നാട്ടിക നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കള്ളവോട്ട് ചേർത്തിട്ടാണ്, കള്ളവോട്ട് ചെയ്തിട്ടാണ് 14,000 വോട്ടിന് നാട്ടികയിൽ BJP ലീഡ് ചെയ്തത് എന്ന് സുനിൽകുമാറിനോ രാജനോ TM പ്രതാപനോ ആർക്കെങ്കിലും ഒരു പരാതിയുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തതായിട്ട്? സ്വന്തം നിയോജക മണ്ഡലത്തിൽ മുഴുവൻ പഞ്ചായത്തിലും തോറ്റു തുനിയാൻ പാടി. ഒരു പഞ്ചായത്തിൽ പോലും ലീഡില്ല. മുഴുവൻ പഞ്ചായത്തിലും നാട്ടികയിൽ BJP ആണ് ലീഡ്. എവിടെയെങ്കിലും ഉണ്ടോ പരാതി? അപ്പോ എന്തടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാ? ഇനി ഞാൻ മണ്ഡലമൊക്കെ വിട്ടു, മണ്ഡലമെല്ലാം വിട്ടു. 42 പഞ്ചായത്തുണ്ട്. അതിൽ 32 പഞ്ചായത്തിലും BJP ലീഡാ. 10 വോട്ടും 32 നമ്മൾ ലീഡാ. ഈ 32 പഞ്ചായത്തിൽ എവിടെയെങ്കിലും പരാതിയുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ പരാതിയുണ്ടോ? ഒരു സ്ഥലത്തും പരാതിയില്ല. 3 മുനിസിപ്പാലിറ്റി ഉണ്ട്. ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ചാവക്കാട്. ഇതിൽ 2 മുനിസിപ്പാലിറ്റിയും ഗുരുവായൂരും ഇരിങ്ങാലക്കുടയും ഭാരതീയ ജനതാ പാർട്ടി ലീഡാ. അവിടെ വല്ല പരാതിയുണ്ടോ? അവിടെ ഒരു പരാതിയില്ല. അപ്പൊ അവിടെയൊക്കെ BJP ലീഡാ. തൃശൂർ കോർപ്പറേഷൻ 55 ഡിവിഷൻ, അതിൽ 35 ഡിവിഷൻ BJP ലീഡാ. ഈ പറഞ്ഞ ഒരു ബൂത്ത് ഒഴികെ വേറെ എവിടെയെങ്കിലും പരാതിയുണ്ടോ? ഉണ്ടോ? ഇനി പഞ്ചായത്ത് വിട്ടു, ഇനി ബൂത്തിലേക്ക് വരെ കുറെ കേമന്മാരുടെ ബൂത്ത് ഉണ്ടല്ലോ. കുറെ കേമന്മാരായിട്ടുള്ള നേതാക്കന്മാർ, കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തൃശൂർ ജില്ലയിലുണ്ടല്ലോ. അവരുടെ ബൂത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ബിന്ദു ടീച്ചർ, ഇവിടെ മന്ത്രിയല്ലേ അല്ലെ? തൃശൂര് 52ാം ബൂത്ത് ബിന്ദു ടീച്ചറുടെ ബൂത്താ. ഈ ബിന്ദു ടീച്ചർ മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി അവരുടെ ഭർത്താവ് വിജയരാഘവനും ഉൾപ്പെടുന്ന ബൂത്താണ് തൃശൂർ 52ാം ബൂത്ത്. അവിടെ ആരാ ലീഡ്? അവിടെ ആരാ ലീഡ്? അവിടെ ഭാരതീയ ജനതാ പാർട്ടി 100-ലധികം വോട്ടിന് ലീഡർ. അവിടെ ബിന്ദു ടീച്ചർക്ക് പരാതിയുണ്ടോ? വിജയരാഘവന് പരാതിയുണ്ടോ? ഞങ്ങളുടെ ബൂത്തിൽ, എന്റെ ഭർത്താവിന്റെ ഈ ബൂത്തിൽ BJP ലീഡ് ചെയ്യുന്നത് കള്ളവോട്ട് ചെയ്തിട്ടാണ് എന്ന് ബിന്ദു ടീച്ചർക്ക് പരാതിയുണ്ടോ? വിജയരാഘവന് പരാതിയുണ്ടോ? അപ്പൊ അവിടെ കള്ളവോട്ട് ചെയ്തിട്ടാണ് BJP ലീഡ് പിടിച്ചത്. തൊട്ടപ്പുറത്ത് 53ാം വാർഡ്, 53ാം ബൂത്ത് ആരുടെ ബൂത്ത? രവീന്ദ്രൻ മാഷിന്റെ, മുൻ മന്ത്രി രവീന്ദ്രൻ മാഷിന്റെ ബൂത്ത. അവിടെ എത്രയാ ലീഡ് എന്നറിയോ നിങ്ങൾക്ക്? BJPക്ക് ആകെ പോൾ ചെയ്തത് 700 വോട്ട്. ആകെ പോൾ ചെയ്തത് 700 വോട്ട്. CPM കിട്ടിയത് 125 വോട്ട്. 125 അല്ല, BJPക്ക് 700 വോട്ട്, CPM കിട്ടിയത് 125 വോട്ട്. 575 വോട്ടിന്റെ ഭൂരിപക്ഷം രവീന്ദ്രൻ മാഷിന്റെ ബൂത്തിൽ. മാഷ്ക്ക് പരാതിയുണ്ടോ? മാഷ് എന്തായാലും സ്കൂൾ അഭ്യാസമൊക്കെ അല്ലെ, കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്നല്ലോ. അപ്പോ 575-ന് തോറ്റു തുന്നം പാടിയ തന്റെ ബൂത്ത് BJP ജയിച്ചത് കള്ളവോട്ട് ചെയ്തിട്ടാണെന്ന് രവീന്ദ്രൻ മാഷിക്ക് പരാതിയുണ്ടോ? പരാതി കൊടുത്തോ? അറിയാനുള്ള താല്പര്യം കൊണ്ട് സുനിൽകുമാറിനോട് ഞങ്ങൾ ചോദിക്കുക. ഇനി അതുപോട്ടെ, MK കണ്ണൻ എല്ലാവർക്കും അറിയാലോ, കരുവന്നൂർ കേസൊക്കെ ആയി കേരള ബാങ്കിന്റെ ചെയർമാനാണ്. MK കണ്ണന്റെ ബൂത്ത് 36ാം ബൂത്തിൽ BJP 170 വോട്ടിന് ലീഡാണ്. അവിടെ പരാതിയുണ്ടോ? ഉണ്ടോ? PK ഷാജന്റെ ബൂത്ത് പാർലമെന്ററി പാർട്ടി നേതാവാണ്, തൃശൂരിലെ സമ്പന്നതനായിട്ടുള്ള നേതാവാണ്. നിങ്ങൾക്കറിയാമോ അവിടെ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക്? BJPക്ക് അവിടെ 408 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 408 വോട്ടിന്റെ ഭൂരിപക്ഷം. ഈ സുനിൽകുമാറിന് ആകെ കിട്ടിയത് 102 രൂപയാണ്. മനസ്സിലായോ? 408 വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക്. PK ഷാജന്റെ ബൂത്തിൽ എന്തേ പരാതിയില്ലാത്തത്? എന്തേ പരാതിയില്ലാത്തത്? മേയറുടെ ബൂത്ത് BJP അല്ലേ ലീഡ്? പ്രതിപക്ഷ നേതാവിന്റെ ബൂത്ത് BJP അല്ലേ ലീഡ്? ഈ സുനിൽകുമാറിന് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആരാ? രാജാജി മാത്യു അല്ലേ? പാറഞ്ചേരി പഞ്ചായത്തിലെ രാജാജി മാത്യുവിന്റെ ബൂത്തിൽ സുരേഷ് ഗോപിയാണ് ലീഡ്.
സുനിൽകുമാർ അല്ല. അവിടെ പരാതിയുണ്ടോ രാജാജി മാത്യുവിന്? സുരേഷ് ഗോപി ലീഡ് ചെയ്തത് കള്ളവോട്ട് ചെയ്തിട്ടാണെന്ന് രാജാജി മാത്യുവിന് പരാതിയുണ്ടോ? ഇനി തൊട്ടപ്പുറത്തെ മണ്ഡലം പുതുക്കാട് മണ്ഡലം ആരെ എംഎൽഎ കെ രാമചന്ദ്രൻ, നെന്മണിക്കര പഞ്ചായത്തിലെ കെ രാമചന്ദ്രന്റെ ബൂത്തിൽ BJP 100 വോട്ടിൽ ലീഡാണ്. കെ രാമചന്ദ്രന്റെ പരാതിയുണ്ടോ? കള്ളവോട്ട് ചെയ്തിട്ടാണ് എന്റെ ബൂത്തില് BJP-കാരൻ ജയിച്ചത് എന്ന് പുതുക്കാട് MLA-ക്ക് പരാതിയുണ്ടോ? ഈ രവീന്ദ്രൻ മാഷ കാര്യം ഞാൻ പറഞ്ഞില്ലേ, രവീന്ദ്രൻ മാഷ തറവാട് വീട് നിൽക്കുന്നത് പുതുക്കാട് മണ്ഡലത്തിൽ, ആ ബൂത്തിലും നമ്മളാ ലീഡ്, അവിടെയും നമ്മളാ ലീഡ്. ഇനി ഇരിങ്ങാലക്കുടയിലേക്ക് പോയാൽ ബിന്ദു ടീച്ചർ കാര്യം ഞാൻ പറഞ്ഞു, തൃശ്ശൂര്. പക്ഷെ ബിന്ദു ടീച്ചർ ജനിച്ചു വളർന്ന സ്ഥലം ഇരിങ്ങാലക്കുടയിലാണ്. തറവാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെയുള്ള ആ വാർഡിൽ BJP ലീഡ്, ആ ബൂത്തിൽ BJP ലീഡ്. അവിടെ പരാതിയുണ്ടോ? ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് തോറ്റു നിന്നമ്പാടി, എന്നാൽ തറവാട്ട് വീട്ടിലെങ്കിലും ആ ബൂത്തിലെങ്കിലും BJP കള്ളവോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് എന്ന് ബിന്ദു ടീച്ചർക്ക് പരാതിയുണ്ടോ? അവിടെ തോമസ് ഉണ്ണിയാടനുണ്ട്. തോമസ് ഉണ്ണിയാടന്റെ ബൂത്തിൽ ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. നിങ്ങളുടെ പഴയ MLA ഗീതാ ഗോപി ഗുരുവായൂര് ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. ഈ മണലൂർ മണ്ഡലത്തിൽ ബേബി ജോൺ മാഷ് പഴയ ജില്ലാ സെക്രട്ടറിയാ, അല്ലെ? CPM-ന്റെ പഴയ ജില്ലാ സെക്രട്ടറിയാ. ബേബി ജോൺ മാഷിന്റെ ബൂത്തിൽ ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. ബേബി ജോൺ മാഷ് ഒന്നിനും കൊള്ളാത്തവരുത്തനാണോ? സ്വന്തം ബൂത്തിൽ BJP കള്ളവോട്ട് ചെയ്തിട്ടാണ് ലീഡെങ്കിൽ ബേബി ജോൺ മാഷ് പരാതി കൊടുക്കില്ലേ? അങ്ങനെ പരാതി ഉണ്ടോ? ഇതൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് വരാം, നാട്ടികയിലേക്ക് വരാം. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ എന്താ അവസ്ഥ? സുനിൽകുമാറിന്റെ ബൂത്ത് തന്നെയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, CC മുകുന്ദ മത്സരിക്കുന്ന സമയത്ത് 313 വോട്ടിന്റെ ലീഡാണ് സ്വന്തം ബൂത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, 313 വോട്ട് BJP-യുമായി വ്യത്യാസമുണ്ട് CC മുകുന്ദൻ. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ അവസ്ഥ? 313 വോട്ടിന്റെ വ്യത്യാസം CC മുകുന്ദൻ ഉണ്ടായിരുന്ന ബൂത്തിൽ ഇപ്പൊ എത്രയാ വ്യത്യാസം? 15 വോട്ടിന്റെ വ്യത്യാസം സ്വന്തം ബൂത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് 300-ലധികം സ്വന്തം കുടുംബക്കാരുണ്ട് ആ ബൂത്തിൽ. 300-ലധികം വോട്ടർമാർ സ്വന്തം കുടുംബക്കാരുണ്ട് ആ ബൂത്തിൽ. വെറും 15 വോട്ടിന്റെ വ്യത്യാസമാണ്. 157 വോട്ട് കുറഞ്ഞു. 157 വോട്ട് കുറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി KP രാജേന്ദ്രന്റെ ബൂത്ത്, KP രാജേന്ദ്രന്റെ ബൂത്ത് ആരാ ലീഡ്? 31-ാം ബൂത്ത് ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയെ ലീഡ്. KP രാജേന്ദ്രന് ഒരു പരാതിയുണ്ടോ? BJP എന്റെ ബൂത്ത് BJP കൊണ്ടുപോയത് കള്ളവോട്ട് ചെയ്തിട്ടാണ് എന്നൊരു പരാതിയുണ്ടോ? അത്രയ്ക്ക് കഴിവുകെട്ടവനാണോ KP രാജേന്ദ്രൻ? ഉണ്ടെങ്കിൽ പറയട്ടെ, ഉണ്ടെങ്കിൽ പറയട്ടെ. CC മുകുന്ദൻ MLA, അയാളെ ബൂത്തിൽ ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയല്ലേ ലീഡ്? അല്ലേ? അവിടെ പരാതിയുണ്ടോ? CC മുകുന്ദന് പരാതിയുണ്ടോ? P ബാലചന്ദ്രൻ MLA, അയാളുടെ ബൂത്ത് BJP അല്ലേ ലീഡ്? പരാതിയുണ്ടോ? BJP ലീഡ് ചെയ്തത് കള്ളവോട്ട് ചെയ്തിട്ടാണെന്ന് ബാലചന്ദ്രന് പരാതിയുണ്ടോ? എന്റെ ചോദ്യമാണ്. ഇനി മഹാരഥന്മാരുടെ പഞ്ചായത്തുകൾ നോക്കുക നിങ്ങൾ. കോർപ്പറേഷൻ ഞാൻ പറയണ്ടല്ലോ, കോർപ്പറേഷൻ BJP വൻ ലീഡാണ്. അവിടെയാണ് ബിന്ദു ടീച്ചറും രവീന്ദ്ര മാഷ്, A വിജയരാഘവനും മേയറും എല്ലാ നേതാക്കന്മാരും, കോലകുത്തിയ നേതാക്കന്മാരും തൃശൂർ കോർപ്പറേഷൻ അവിടെ BJP ലീഡാണ്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആരാ? MM വർഗീസ്. അയാളുടെ പഞ്ചായത്ത് ഏതാ? അയാളുടെ പഞ്ചായത്ത് പാണഞ്ചേരി പഞ്ചായത്താ. പാണഞ്ചേരി പഞ്ചായത്തിൽ ആരാ ലീഡ്? പാണഞ്ചേരി പഞ്ചായത്തിൽ BJP ലീഡ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. എന്ത് MM വർഗീസ് അത്ര വിവരമില്ലാത്തവരാണോ? പാണഞ്ചേരി പഞ്ചായത്തിൽ ലീഡ് കൊണ്ടുപോയത് BJP കള്ളവോട്ട് ചെയ്തിട്ടാണ് എന്ന് എന്തേ MM വർഗീസിന് പരാതി ഇല്ലാത്തത്? രാജാജി മാത്യുവിന്റെ പഞ്ചായത്ത് BJP ആണ് ലീഡ്. എന്തേ രാജാജി മാത്യുവിന് പരാതി ഇല്ലാത്തത്? BJP കള്ളവോട്ട് ചെയ്തിട്ടാണെന്ന് എന്തേ പരാതി ഇല്ലാത്തത്? ഇനി കോൺഗ്രസ് നേതാക്കന്മാർ MP വിൻസെന്റ്, ആളക്കപ്പ നഗർ പഞ്ചായത്ത് ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. പരാതിയുണ്ടോ? MP വിൻസെന്റിന് പരാതിയുണ്ടോ? ഇപ്പൊ ജോസഫ് ടാജറ്റ് ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, അയാളുടെ പഞ്ചായത്തിൽ ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. ടാജറ്റിന് പരാതിയുണ്ടോ? BJP കള്ളവോട്ട് ചെയ്തിട്ടാണ് എന്റെ പഞ്ചായത്ത് കൊണ്ടുപോയത്? ഉണ്ടോ? കെ രാമചന്ദ്രൻ MLA-യുടെ പഞ്ചായത്ത് ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. നെന്മണിക്കര പഞ്ചായത്ത് കെ രാമചന്ദ്രന് പരാതിയുണ്ടോ? ബിന്ദു ടീച്ചറുടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, തോമസ് ഉണ്ണിയാടിന്റെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ആരാ ലീഡ്?
ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. നിങ്ങളുടെ ഗീതാ ഗോപിയുടെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. പരാതിയുണ്ടോ? ഉണ്ടോ? ബേബി ജോൺ മോഷന്റെ എളവള്ളി പഞ്ചായത്ത് ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. നിങ്ങൾക്ക് പരാതിയുണ്ടോ? മുരളി പെരുന്നള്ളിയുടെ മുല്ലശ്ശേരി പഞ്ചായത്ത് ആരാ ലീഡ്? ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. മുരളി പെരുന്നള്ളിക്ക് പരാതിയുണ്ടോ? ഉണ്ടോ? ഇനി നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് വന്നാൽ അന്തിക്കാട് പഞ്ചായത്ത് സകല മഹാരഥന്മാരുടെയും പഞ്ചായത്താണ്. അന്തിക്കാട് പഞ്ചായത്തിൽ എന്താ അവസ്ഥ? എന്താണ് അവസ്ഥ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2000 വോട്ട് കുറഞ്ഞു സുനിൽകുമാറിന്. 1-2 വോട്ടല്ല, 2000 വോട്ട് സുനിൽകുമാർ കുറഞ്ഞു. ബിജെപിക്ക് 3500 വോട്ട് കൂടി. ബിജെപിയാണ് ലീഡ് അന്തിക്കാട് പഞ്ചായത്ത്. ആരുടെ പഞ്ചായത്ത്? സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്ത്, രാജന്റെ സ്വന്തം പഞ്ചായത്ത്, പി ബാലചന്ദ്രന്റെ സ്വന്തം പഞ്ചായത്ത്. പിന്നെ സകല മഹാരഥന്മാരും ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ള സകല കൊലക്കൊമ്പന്മാരുടെയും പഞ്ചായത്തായിട്ട് അന്തിക്കാട് ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. എവിടെയെങ്കിലും പരാതിയുണ്ടോ അന്തിക്കാട് പഞ്ചായത്തിൽ? ഉണ്ടോ? അന്തിക്കാട് പഞ്ചായത്ത് സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടിനാണെങ്കിൽ അന്തിക്കാട് പഞ്ചായത്തിൽ നടക്കണമല്ലോ. ഇവരുടെ മോസ്കോ എന്നറിയപ്പെടുന്ന സ്ഥലമല്ലേ അന്തിക്കാട് പഞ്ചായത്ത്? എങ്ങനെ ബിജെപി ലീഡ് ചെയ്തു? എന്തേ നിങ്ങൾക്ക് പരാതിയില്ലാത്തത്? മിസ്റ്റർ സുനിൽകുമാർ, നിങ്ങളുടെ ബൂത്തിലെങ്കിലും പരാതിയുണ്ടോ? എന്റെ ബൂത്തിൽ 157 വോട്ട് കൊഴിഞ്ഞുപോയത് ബിജെപി കള്ളവോട്ട് ചേർത്തിട്ടാണ്. ഉണ്ടോ? സ്വന്തം പാർട്ടിക്കാര് ചവച്ചു തുപ്പിയതിന് എന്തിനാണ് നിങ്ങൾ ബിജെപിക്കാരുടെ നെഞ്ചത്ത് കയറുന്നത്? നിങ്ങൾ ആദ്യം പറ, നിങ്ങളുടെ വോട്ട് എവിടേക്ക് പോയി? CC മുകുന്ദന് കിട്ടിയ വോട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ല സുനിൽകുമാർ? ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. അല്ലാതെ മുഖം നന്നല്ലാത്തതിന് നിങ്ങൾ കണ്ണാടി കുറ്റം പറയരുത്. നിങ്ങളുടെ വോട്ട് മുഴുവൻ ചോർന്നു പോയതിന് ബിജെപി കള്ളവോട്ട് ചെയ്തിട്ടാണ് എന്നാണോ പറയുന്നത്? ആണോ? ഇത് ഭാര്യമാരുടെ ഭാഷയാണോ? സ്വന്തം പാർട്ടിക്കാർ മുഴുവൻ കാലുവാരി നിലത്തടിച്ചിട്ട് അതിന് കുറ്റം ബിജെപിക്കാണോ? നിങ്ങളുടെ മോസ്കോ എന്നറിയപ്പെടുന്ന കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഒരു കാലത്ത് ബിജെപിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പഞ്ചായത്താ. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ബിജെപിയാ ലീഡ്. നടത്തറ പഞ്ചായത്ത് CPMന്റെ എല്ലാ കാലത്തെയും മോസ്കോ ആണ്. നമുക്ക് നിരവധി ബലിദാനികളുടെ നടത്തറ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. ഇതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ്. മനസ്സിലായോ? ഇതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ്. കേരളം ഭരിക്കുന്നത് ബിജെപി അല്ല കള്ളവോട്ട് ചേർക്കാൻ. അങ്ങനെ ഇവിടെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാൻ സാധിക്കുക പിണറായി വിജയൻ സർക്കാരിന് മാത്രമാണ്. കാരണം ആ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പ്രക്രിയ നടത്തുന്നത്, അല്ല ബിജെപിക്കാരില്ല. മനസ്സിലായോ? ഞങ്ങൾ ചില കണക്കുകൂടി ചോദിക്കാം, നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജകമണ്ഡലമല്ലോ തൃശൂർ ലോക്സഭയിൽ 7 നിയോജകമണ്ഡലം. ആ 7 എണ്ണത്തിൽ ജയിച്ചത് ഇടതുപക്ഷമാണ്. CPM CPI ആണ് ജയിച്ചത് 7 സ്ഥലത്തും. എത്ര വോട്ട്? 7 സ്ഥലത്ത് കൂടി 4,85,000 വോട്ട്. 2021 4,85,000 വോട്ട്. ഇപ്പൊ കിട്ടിയത് എത്രയാ? സുനിൽകുമാറിന് 3,22,000. അപ്പൊ എത്ര കുറഞ്ഞു? 2021 ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിൽ നിന്ന് എത്ര കുറഞ്ഞു? 1,47,000 വോട്ട് കുറഞ്ഞു. നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് ഞങ്ങൾ കള്ളവോട്ട് ചേർത്തുകൊണ്ടാണ്. ആണോ? നിങ്ങളുടെ 1,47,000 വോട്ട് കുറഞ്ഞത് ബിജെപി കള്ളവോട്ട് ചേർത്തിട്ടാണോ? ഇതെന്തേ മറുപടി പറയാൻ സാധിക്കുന്നില്ല? നിങ്ങളെ പാർട്ടിക്കാർ തന്നെ നിങ്ങളെ കൊള്ളരുതാത്തവനാണെന്ന് കണ്ട് ആ തള്ളിക്കളഞ്ഞതിന് ബിജെപിയാണ് ഉത്തരവാദി. ഇനി കോൺഗ്രസുകാരുടെ വോട്ട് 2019 TM പ്രതാപന് 4,15,000 വോട്ടുണ്ട്. 4,15,000. ഇപ്പൊ എത്രയാ വോട്ട്? 3,27,000. 3,27,000. 87,000 വോട്ട് കുറഞ്ഞു കോൺഗ്രസിന്റെ. അത് ബിജെപി കള്ളവോട്ട് ചേർത്തിട്ടാണോ? സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് ചോരുന്നത് ബിജെപി കള്ളവോട്ട് ചേർത്തിട്ടാണോ? ബിജെപി കള്ളവോട്ട് ചെയ്തിട്ടാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്ന? മര്യാദ ഉണ്ടോ? ഒരു ഉളുപ്പുണ്ടോ? സുരേഷ് ഗോപി കള്ളവോട്ട് ചേർത്തു എന്നാണ്. സുരേഷ് ഗോപി 5 കൊല്ലമായിട്ട് തൃശ്ശൂരിലാണ് താമസിക്കുന്നത്. ആർക്കാണ് അറിയാത്തത്? ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾക്ക് വരെ അറിയാം. നെറ്റിശ്ശേരിയിലെ സുരേഷ് ഗോപിയുടെ വീട് അറിയാത്ത ആരാണുള്ളത് തൃശ്ശൂരിൽ? നിങ്ങളുടെ CPMന്റെ നേതാക്കന്മാർ എത്ര തവണ വന്ന് അവിടെ സുരേഷ് ഗോപിയോട് ചർച്ച നടത്തിയിട്ടുണ്ട്?
കോൺഗ്രസിന്റെ നേതാക്കന്മാര്, മേയർ ഒരു 10 തവണ വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയെ കാണാൻ നെറ്റിശ്ശേരിയിലെ വീട്ടിൽ. ഇന്നിപ്പോ ഉപരാഷ്ട്രപതിയാകാൻ പോകുന്ന CP രാധാകൃഷ്ണൻ പോലീസ് എസ്കോർട്ടിൽ അന്ന് ഗവർണറായിരിക്കും ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ശ്രീധരൻപിള്ള വന്നിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ വീട്ടിൽ വന്നിട്ടുണ്ട്. പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ലേ സുരേഷ് ഗോപി അവിടെ 2019 മുതൽ അവിടെ താമസിക്കുന്നു എന്നുള്ളത്. 6 മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ താമസിച്ചാൽ ആ വീട്ടിൽ വോട്ട് ചേർക്കാം. തിരുവനന്തപുരത്ത് വോട്ട് വെട്ടിയിട്ടാ തൃശ്ശൂർ ചേർന്നത്, അല്ല ഇരട്ട വോട്ടല്ല. എന്നിട്ട് ഈ കള്ളന്മാര് പ്രചരിപ്പിക്കുന്നത് എന്താ? സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരും വോട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സുരേഷ് ഗോപിക്ക് ലോകസഭയിൽ തൃശ്ശൂർ മാത്രമേ വോട്ടുള്ളൂ, തിരുവനന്തപുരത്തില്ല. അവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ വോട്ടുണ്ട്. അത് ഈ ഇലക്ഷൻ നമ്മൾ മാറ്റും. അപ്പൊ കോർപ്പറേഷൻ ഇലക്ഷൻ അവിടെ വോട്ടുണ്ട്, ലോകസഭയിൽ ഇവിടെയാണ് വോട്ട്. ഇതും പറഞ്ഞിട്ടാണ് 2 സ്ഥലത്ത് വോട്ട്. ലോകസഭയിൽ 2 സ്ഥലത്ത് 2 ബൂത്തിൽ വോട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ ഇരട്ട വോട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്, എന്തൊരു കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞു അവണിശ്ശേരി പഞ്ചായത്തിൽ BJP വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർന്നു. ഇതൊന്നും പരാതിയല്ല കേട്ടോ, വെച്ചാലൊക്കെയാണ്. എന്താ കാര്യം? അവിടെ 17 വോട്ട് BJP ചേർത്ത ഒരു ബൂത്തില് ലോക്കൽ കോൺടാക്ട് ആയിട്ട് BJP പ്രവർത്തകന് നമ്പർ കൊടുത്തു. അല്പെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ ആക്ഷേപം ഉന്നയിക്കുക. എന്റെ ബൂത്തിൽ ഞാൻ 50 വോട്ട് പുതുതായിട്ട് ചേർത്തു. ആ വോട്ട് ചേർക്കുമ്പോ ഞാൻ എന്റെ ലോക്കൽ കോൺടാക്ട് കൊടുക്കും. അതിനെന്താ പ്രശ്നം? ഒരാൾ പരിചയപ്പെടുത്തണം. എന്റെ വീട്ടിൽ പുതിയ വോട്ട് ചേർക്കാനാണെങ്കിൽ എന്റെ വീട്ടിന്റെ അഡ്രസ്സിൽ ചേർക്കാം. പുതിയൊരു വീട്ടുകാർ വന്ന് താമസിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ വാർഡിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള വേറൊരു വോട്ടറുടെ നമ്പർ കൊടുക്കണം. വേണ്ടേ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന നിയമമാണ്. ആ ബൂത്തിലെ വോട്ടറായിട്ടുള്ള ഒരാളുടെ നമ്പർ കൊടുക്കണം. അതിലെന്താ തെറ്റ്? അവിടെ BJP 17 വോട്ട് ചേർത്തു. ചേർത്ത BJPക്കാരന് നമ്പർ കൊടുത്തു. കള്ളപ്രചരണം നടത്തി. ഒരു വീട്ടിലാണ് ഈ 17 വോട്ട്. 6 വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ പോയാലും ആർക്കും കാണാം. ആ 17 വോട്ട് 6 വീടുകളിലാണ്. ആ വോട്ട് ചേർത്ത ഒരു BJPക്കാരനാണ്. അതിനെ കള്ള വോട്ട് ചേർത്തു എന്ന് കള്ളപ്രചരണം നടത്തി. ഈ സുനിൽകുമാറിന്റെയും പ്രതാപനെയും പാർട്ടിക്കാർ കള്ളപ്രചരണം നടത്തി. ഉമാമണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കള്ളവോട്ട് ചെയ്തു. 2 ദിവസം ഭയങ്കര വാർത്തയാണ്. എല്ലാ ചാനലിലും ഭയങ്കര വാർത്തയാണ്. എന്താ സംഭവം എന്നറിയോ? ഉമാമണികണ്ഠൻ തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ്. അവര് വിവാഹശേഷവും തൃശ്ശൂരാണ് താമസിച്ചിരുന്നത്. കേരളവർമ്മ കോളേജിന്റെ അടുത്താണ് അവരുടെ വീടാണ്, സ്വന്തം വീടാണ്. അവരവിടുത്തെ കല്യാണം കഴിച്ച് നാഗലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവര് വോട്ട് അങ്ങോട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. വോട്ട് മാറ്റിയിട്ടില്ല. ഇവിടെ തന്നെയാണ് വോട്ട്. 18 വയസ്സായി അന്നു മുതൽ അവർക്ക് തൃശ്ശൂർ മണ്ഡലത്തിലാണ് വോട്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് പോലുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. അവർ വോട്ട് ചെയ്തിട്ടില്ല. അവർക്ക് ഒരൊറ്റ സ്ഥലത്ത് തൃശ്ശൂർ മാത്രമാണ് വോട്ട്. കല്യാണം കഴിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് അവർ വോട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് ഉമാമണികണ്ഠൻ BJPക്ക് വേണ്ടി കള്ള വോട്ട് ചെയ്തു എന്ന് കള്ളപ്രചരണം നടത്തി. എന്തൊരു മര്യാദയാണ്! ഇതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്! ഒരു സ്ത്രീ അവരുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് അധിക്ഷേപിക്കുക. ഈ നേതാക്കന്മാര് എന്തൊരു നാണക്കേടാണ്! RSSന്റെ നേതാവിന് ഇരട്ടോട്ടാണ് 2 സ്ഥലത്ത് വോട്ട് ചെയ്തു. ഈ സുനിൽകുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. RSSന്റെ നേതാവ് KR ഷാജി കള്ളവോട്ട് ചെയ്തു. 2 സ്ഥലത്ത് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. സുനിൽകുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് KR ഷാജി തൃശ്ശൂർ വോട്ട് ചെയ്തിട്ടുണ്ടോ? KR ഷാജിക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്, സത്യമാണ്. അയാൾക്ക് തൃശ്ശൂർ ഫ്ളാറ്റ് ഉണ്ടായിരുന്നു, അയാൾക്ക് ചേലക്കരയിൽ വോട്ടുണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? 2 സ്ഥലത്ത് വോട്ടുണ്ടെന്ന് കണ്ടപ്പോ അയാൾ ചേലക്കരയിൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അയാൾ തൃശ്ശൂർ വോട്ട് ചെയ്തിട്ടില്ല. അയാൾ അങ്ങേറ്റത്തെ രാഷ്ട്രീയ മര്യാദയല്ലേ കാണിച്ചത്? അയാൾക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാമല്ലോ. അയാളുടെ ഫ്ളാറ്റിൽ അയാൾക്ക് വോട്ടുണ്ടല്ലോ. പക്ഷെ അയാൾ ചേലക്കരയിൽ മാത്രമാണ് വോട്ട് ചെയ്തത്. പക്ഷെ സുനിൽകുമാർ പത്രക്കാരെ വിളിച്ച് പച്ച കള്ളം പറഞ്ഞു. RSS നേതാവ് KR ഷാജി തൃശ്ശൂരിൽ കള്ള വോട്ട് ചെയ്തു. എന്തൊരു നഗ്നമായിട്ടുള്ള കള്ളപ്രചരണമാണ് പ്രിയപ്പെട്ടവർ. ഇതൊന്നും ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ BJPക്കാരെ എന്തും പറഞ്ഞു പോകാമെന്ന് ഒരാൾ വിചാരിക്കണ്ട. BJPക്കാരെ നിങ്ങൾ എന്തൊക്കെ കള്ളപ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ നിയമപരമായിട്ട് ചോദ്യം ചെയ്യും. സുനിൽകുമാർ, നിങ്ങൾ അങ്ങനെ നാക്കിന് എല്ലില്ല എന്ന് കരുതി എന്തും പറഞ്ഞു പോകാമെന്ന് വിചാരിക്കണ്ട. കേസ് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി കോടതിയിൽ കൊടുക്കും. മാനമുണ്ടെങ്കിൽ ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു. ഈ നാട് മാനമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം.
നിങ്ങളെ പോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമല്ല BJP ഉന്നയിക്കുന്നത്. നിങ്ങൾ കള്ളവോട്ട് ചെയ്തു, നിങ്ങൾ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. അന്തസ്സായിട്ട് നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങളുടെ CPM-ന്റെ നേതാവ് വേണുഗോപാൽ, അയാളുടെ ഭാര്യ ലീന വേണുഗോപാൽ തൃശൂർ നിങ്ങൾ ഈ പറയുന്ന ഈ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തു. എന്റെ ആരോപണ നേരിടുക, നിങ്ങൾ കേസ് കൊടുക്കും. അയാൾ 4 വർഷം മുമ്പ് വീട് വിറ്റുപോയി. ഇപ്പോ വടക്കാഞ്ചേരിയിലാ താമസം. 4 വർഷം മുമ്പ് വീട് വിറ്റുപോയി, വടക്കാഞ്ചേരിയിൽ താമസിക്കുന്നു. പുതിയ ആള് ബാലസുബ്രഹ്മണ്യം ആ വീട് വാങ്ങി ബാലസുബ്രഹ്മണ്യം ആ വീട്ടിൽ വോട്ട് ചേർത്തു. കാരണം വീട് വാങ്ങിയ പിന്നെ അയാൾക്ക് അയാളെ വീട്ടിൽ വോട്ട് ചേർക്കാമല്ലോ. അയാൾ ആ വീട്ടിൽ വോട്ട് ചേർത്തു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പായപ്പോ 2024 ഏപ്രിൽ മാസം വേണുഗോപാലും ഭാര്യയും വീട് വാങ്ങിയ ആൾ അറിയാതെ ആ വീട്ടിൽ പഴയ രേഖകൾ ഉപയോഗിച്ചിട്ടാണ് വോട്ട് ചേർത്തത്. ഏത് 3 വർഷം മുമ്പ് വിറ്റുപോയ വീട്ടിൽ പുതിയ വീട്ടുകാരൻ അറിയാതെ കള്ളവോട്ട് ചേർത്തു എന്ന് മാത്രമല്ല 2 കള്ളന്മാർ വോട്ടും ചെയ്തു. ഇതിനല്ലേ നമ്മൾ കള്ളവോട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ പത്രക്കാർ ചോദിച്ചു എന്നാ വീട് വിറ്റത്? അപ്പൊ പറഞ്ഞു 4 മാസം മുമ്പാണ്. വീട് വിറ്റത് 2021 ഞാൻ രേഖ ഹാജരാക്കി. നിങ്ങളുടെ സഖാവ് വേണുഗോപാലിന്റെ വീട് വിറ്റ സെയിൽ ഡോക്യുമെന്റ് ഞാൻ ഹാജരാക്കി പത്രക്കാരുടെ മുന്നിൽ. അങ്ങനെ കള്ളം പറഞ്ഞു പോകാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ഇങ്ങനെ എത്ര കള്ളവോട്ടുകൾ കോൺഗ്രസ്സുകാരെ ഇതേ ബൂത്തിൽ, ഞങ്ങൾ ഇതേ ബൂത്തിന്റെ കാര്യം 30 നമ്പർ ബൂത്തിന്റെ കാര്യമാണ് പറയുന്നത്. മിഥുൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് വടക്കാഞ്ചേരിയിലാണ് 2 ബന്ധുക്കളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വോട്ട് ചേർത്തു. സ്വന്തം വീട്ടിൽ ആ 2 കള്ളവോട്ട് ചെയ്യിപ്പിച്ചു. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ കള്ളവോട്ട് എന്ന് പറയുക. ഇങ്ങനെ കള്ളവോട്ടിന്റെ അപ്പോസ്തലന്മാരാണ് മറ്റുള്ളവരെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇപ്പൊ ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നന്നായി പരിശോധിച്ചോളൂ. കംപ്ലീറ്റ് കള്ളത്തിന് സകല സ്ഥലത്ത് കള്ളവോട്ട് ചേർത്തിരിക്കുക. ഞാൻ 7 കൊല്ലമായിട്ട് ഒരു വീട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തൃശ്ശൂർ 7 കൊല്ലമായിട്ട് താമസിക്കുന്ന വീടാ. അവിടെ 9 കള്ളവോട്ട് ചേർത്തിരിക്കുക. എന്റെ വീട്ടിൽ, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന എന്റെ വീട്ടിൽ 9 CPM-കാരുടെ കള്ളവോട്ടാണ്. കാര്യം എന്താ അറിയാം? അത് വാടക വീടാ. വാടക വീട് കണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ കലിയാണ്. അവിടെ 10 തൊട്ട് 15 തൊട്ട് 20 തൊട്ട് അങ്ങോട്ട് കയറ്റി വിടുകയാണ്. ഒരു വാടക വീട് അമ്മമാര് വെറുതെ വിടുന്നില്ല. എല്ലാ വാടക വീട്ടിലും കള്ളവോട്ട് ചേർത്തെടുക്കുക. നിങ്ങൾ വെട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഒല്ലൂര് അജിത് കുമാർ എന്ന് പറയുന്ന ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ അവര് വാടകയ്ക്ക് താമസിക്കുക. അവിടെ 23 കള്ളവോട്ടാണ്. വിനീഷ് എന്ന് പറയുന്ന സഖാവാണ് കള്ളവോട്ട് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ വെറുതെ ആരോപിക്കല, പേര് സഹിതാണ് പറയുന്നത്. പൂത്തോളിൽ സുധീർ എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകൻ താമസിക്കുന്ന വീട്ടിൽ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പേര് സുധീർ എന്നാണ്. ആ സുധീർ 4 കള്ളവോട്ട് ചേർത്തെടുക്കുക നമ്മുടെ പ്രവർത്തകന്റെ വീട്ടിൽ. നമ്മുടെ കൗൺസിലർ താമസിക്കുന്ന വീട്ടിൽ, വാടക വീട്ടിൽ CPM-കാർ 2 കള്ളവോട്ട് ചേർത്തെടുക്കുക. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഇത്ര കള്ളവോട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ എത്ര കള്ളവോട്ട് ചേർക്കും? പ്രിയപ്പെട്ടവരെ, ഇവര് കള്ളവോട്ടിന്റെ അപ്പോസ്തലന്മാരാ, അല്ലെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ ബ്ലോക്ക് മെമ്പർ വന്നിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുക. സാരിയെങ്കിലും മാറ്റില്ല, അടുത്ത വോട്ടിന് വരുമ്പോ വോട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കള്ളവോട്ട് പരേതാത്മാക്കൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്യും CPM-ന്, അല്ലെ? നമ്മൾ K. സുരേന്ദ്രൻ 89 വോട്ടിന് തോറ്റു. 89 വോട്ടിന് കാസർഗോഡ് തോറ്റു. 3000-ത്തിലധികം പരേതാത്മാക്കൾ വന്ന് വോട്ട് ചെയ്തു. CPM-കാർ വിളിക്കുന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് നമുക്ക് മനസ്സിലായി തെരഞ്ഞെടുപ്പ് വന്നപ്പോ. ഒരാൾ മരിക്കുന്നില്ല, എല്ലാ മരിച്ച സഖാക്കന്മാരും ഇലക്ഷൻ വന്ന് വോട്ട് ചെയ്യാണ്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. മഹാബലി ഓണത്തിന് വിരുന്നു വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ചത്തുപോയ എല്ലാ സഖാക്കന്മാരും ഇലക്ഷന് വിരുന്നു വരും, വോട്ട് ചെയ്യും. ഈ കള്ളവോട്ടിന്റെ അപ്പോസ്തലന്മാരാ, PhD എടുത്തിട്ടുള്ള ആളുകളാ. ഇത് നമ്മൾ പറയുന്നതാണോ? G. സുധാകരൻ പറഞ്ഞില്ലേ? ഇല്ലേ? G. സുധാകരൻ മൈക്ക് കൂടെ പ്രസംഗിച്ചില്ലേ? ഞങ്ങൾ നന്നായിട്ട് കള്ളവോട്ട് ചെയ്യാറുണ്ട്, ഞങ്ങൾ പോസ്റ്റൽ വോട്ട് വരെ തിരുത്താറുണ്ട്. ആരാ പറഞ്ഞത്? G. സുധാകരനല്ലേ പറഞ്ഞത്? അങ്ങനെ കള്ളവോട്ട് ചെയ്ത് ബൂത്ത് പിടിച്ചും ജയിക്കുന്നത് നിങ്ങളുടെ സ്വഭാവ, അല്ല ഞങ്ങളുടെ സ്വഭാവമല്ല. ഇന്ന് വരെ കേരളത്തിൽ ഒരു BJP-കാരനും കള്ളവോട്ട് ചെയ്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടില്ല. എത്രയോ CPM-കാരും കോൺഗ്രസുകാരും കള്ളവോട്ടിന്റെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ സംസ്കാരമാണ്, ഞങ്ങളുടെ സംസ്കാരമല്ല. നിങ്ങളിപ്പോ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇപ്പൊ 2 പേരും കൂട്ടിയിട്ട് വഴക്കൂടിയ സമയത്ത് ഒരാൾ മറ്റാളെ വിളിക്കാം പട്ടി, പൂച്ച, നായെ, കഴുതേ. അപ്പൊ മറ്റാൾ തിരിച്ചു വിളിക്കാം പപ്പടെ, പഴേ, സാമ്പാറെ, മോരെ. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ചെന്നിട്ട് ചോദിച്ചു,
നിങ്ങളയാൾ പട്ടി, നായ, പൂച്ച, കഴുതാന്നൊക്കെ വിളിക്കുമ്പോ നിങ്ങളയാളെ തിരിച്ച് പപ്പടം, പഴം, മോര്, സാമ്പാർ ഇതാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അയാൾ തിന്നുന്ന കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു, ഞാൻ തിന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ സുനിൽകുമാർ പറയുന്നൊക്കെ അവരുടെ സ്വഭാവമാണ്. ഈ കള്ളവോട്ട് ചേർക്കലും കള്ളവോട്ട് ചെയ്യലൊക്കെ സുനിൽകുമാറിന്റെ സ്വഭാവമാണ്, ഞങ്ങളുടെ സ്വഭാവമല്ല. മനസ്സിലായി? ഞങ്ങളെ കന്തസായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഈ തൃശ്ശൂരിൽ ഞങ്ങൾ പിടിച്ചെടുത്തതാണ്. നിങ്ങളുടെ കോട്ട ഞങ്ങൾ പൊളിച്ചതാണ്. അഭിമാനത്തോടുകൂടി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജയിച്ചതാണ്. മനസ്സിലായോ? നിങ്ങൾ ജയിക്കുമ്പോഴൊക്കെ വോട്ടിംഗ് മെഷീൻ എല്ലാം ക്ലിയറാ. ഞങ്ങൾ ജയിക്കുമ്പോൾ മാത്രം വോട്ടിംഗ് മെഷീൻ ഒക്കെ ആകെ കംപ്ലൈന്റാ. നിങ്ങൾ കേരളം ജയിച്ചു, ഞങ്ങൾക്ക് ഒറ്റ സീറ്റ് കിട്ടിയില്ല, അപ്പൊ വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ അങ്ങനെ വോട്ടിംഗ് മെഷീൻ തിരക്ക് തിരിമറി ചെയ്തിട്ടാണ് ഈ കേരളം BJP ഭരിക്കണമല്ലോ. BJPക്ക് ഒരു സീറ്റ് ഉണ്ടോ? നിങ്ങൾ 19 സീറ്റ് ജയിച്ചു, കോൺഗ്രസ് CPM-ഉം. അവിടുത്തെ വോട്ടിംഗ് മെഷീൻ ഒക്കെ കറക്റ്റാ, ഒരു കുഴപ്പമില്ല. BJP തൃശ്ശൂർ ജയിച്ചപ്പോ ഇവിടുത്തെ വോട്ടിംഗ് മെഷീൻ കുഴപ്പാ. കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു, വോട്ടിംഗ് മെഷീൻ ഒരു തകരാറുമില്ല. തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു, വോട്ടിംഗ് മെഷീൻ ഒരു തകരാറുമില്ല. ഹിമാചലിൽ കോൺഗ്രസ് ജയിച്ചു, വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ല. ഉത്തർപ്രദേശിൽ BJPയുടെ കുറെ സീറ്റ് പോയി, അപ്പോഴും ഒരു കുഴപ്പമില്ല. മഹാരാഷ്ട്രയിൽ കുറെ സീറ്റ് BJPയുടെ പോയി, അപ്പോഴും വോട്ടിംഗ് മെഷീൻ വളരെ നല്ലതാ. പക്ഷെ BJP ജയിച്ച വോട്ടിംഗ് മെഷീൻ ആകെ പ്രശ്നം. എന്നാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളെ തെളിയിക്കാൻ വെല്ലുവിളിച്ച ഇവന്മാരെ കോടി ഒളിക്കും, ഒരുത്തനും വരില്ല. അപ്പൊ BJP ജയിച്ചാലാ കുഴപ്പം. 2004 2009 കേന്ദ്രം കോൺഗ്രസ് ജയിച്ചല്ലോ, വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടല്ലേ? അല്ലേ? അപ്പൊ വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. 2014 BJP 303 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നു. ആരാ കേന്ദ്രം ഭരിക്കുന്നത്? BJP ആണോ? ഒന്ന് കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? നിങ്ങൾ വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴാണോ ഞങ്ങൾ 303 സീറ്റുമായിട്ട് ഈ രാജ്യത്ത് അധികാരം പിടിച്ചത്? മനസ്സിലായോ? അല്ലാതെ ഞങ്ങൾ ഭരിക്കുമ്പോഴല്ല, നിങ്ങൾ ഭരിക്കുമ്പോഴാണ് ഞങ്ങൾ പിടിച്ചത്. അപ്പൊ ഞങ്ങൾ എങ്ങനെയാ വോട്ടിംഗ് മെഷീനെ സ്വാധീനിക്കുക? എങ്ങനെയാ സ്വാധീനിക്കുക? കള്ള പ്രചരണങ്ങളല്ലേ ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടയില്ലാത്ത ഒരു വെടി ഒരുത്തൻ അവിടെ വെച്ചു, രാഹുൽ അവിടെ വെച്ചു. മഹാദേവപുരയിൽ 8 നിയോജകമണ്ഡലങ്ങളിൽ ഒരൊറ്റ നിയോജകമണ്ഡലത്തിൽ ലീഡ് ചെയ്ത BJP ജയിച്ചു. ബാക്കി 7 സ്ഥലത്തും കോൺഗ്രസ് ആണ് ലീഡ്. ഇതാണ് ആ പൊട്ടന്റെ കണ്ടുപിടുത്തം. എന്താണ് സത്യം? അവിടെ 4 സ്ഥലത്ത് BJP ലീഡ്. പച്ചക്കള്ളമാണ്, പത്രക്കാരെ വിളിച്ച് പച്ചക്കള്ളമാണ് പറഞ്ഞത്. 8 സീറ്റുണ്ട് മഹാദേവപുരയിൽ, അതിൽ 4 BJP ലീഡ്, 4 കോൺഗ്രസും BJP 32,000 വോട്ടിൽ ജയിച്ചു. ഇത് കേട്ടപ്പോഴാ ഇവിടുന്ന് കാള പറ്റുമെന്ന് കേട്ടപ്പോഴേക്കും സുനിൽകുമാർ കയറെടുത്തു. കാള പേറില്ല എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഈ സുനിൽകുമാർ ഉണ്ടാകണ്ടേ? ആളെ പപ്പു എന്ന് വിളിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? അവിടെന്താ വ്യാജ വോട്ട് എന്ന് പറഞ്ഞ ആളുകൾ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾ വ്യാജന്മാരല്ല, ഞങ്ങൾ ഒറിജിനലാണ്. പിന്നെ പറഞ്ഞു UP-യിൽ ഇരട്ട വോട്ടുണ്ട്. UP-യിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചു, അവർക്ക് UP-യിൽ വോട്ടില്ല. വോട്ടർമാർ രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ മാത്രമേ വോട്ടുള്ളൂ. പൊളിഞ്ഞു വാളീസയിലെ. മഹാരാഷ്ട്രയിൽ കള്ളവോട്ടാണ് ഇതായിരുന്നു വലിയൊരു ആരോപണം. ആ ഡാറ്റ ഏത് ഡാറ്റ വെച്ചിട്ടാ പറഞ്ഞത്? സജിത് കുമാർ എന്ന് പറയുന്ന ഡാറ്റ അനലൈസർ പറഞ്ഞ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇത് കാച്ചിയത്. ഇപ്പൊ ആ സജിത് കുമാർ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയതാണ്, അയാൾ മാപ്പ് സമസ്താപരാധം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റയല്ല, ഈ സഞ്ജയ് കുമാർ കൊടുത്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് ഈ പൊട്ടപത്ര സമ്മേളനം നടത്തിയത്. ഇതും കേട്ടിട്ടാണ് നമ്മുടെ നെഞ്ഞത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് തോറ്റത് എന്ന് സുനിൽകുമാർ നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കും. നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണം. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു CPI-കാരൻ എന്റെ സുഹൃത്ത്, ഞാൻ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം. അപ്പോ ഞാൻ പറഞ്ഞു, ആരെ ജയിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, എന്താണ് അവസ്ഥ? അപ്പൊ അയാൾ പറഞ്ഞു, സുനിൽകുമാർ ജയിക്കില്ല. സുനിൽകുമാറിന് ഒരു കുഴപ്പമുണ്ട്, എന്താണെന്ന് അറിയോന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. സുനിൽകുമാറിന് എല്ലാ ആളുകൾക്കും അറിയാം, അതുകൊണ്ട് സുനിൽകുമാർ ജയിക്കില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? സുനിൽകുമാർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് ഒരു CPI-കാരൻ എന്നോട് പറഞ്ഞതാ. സുനിൽകുമാറിന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് സുനിൽകുമാർ ജയിക്കില്ല. കൃഷിമന്ത്രി ആയിരുന്നില്ലേ? കാശിന് ഗുണമുണ്ടായോ ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ കോൾ കർഷകർ പറയും, എന്തെങ്കിലും ഒരു ഗുണം കോൾ കർഷകർക്കുണ്ടായോ? ഇവിടെ പാവപ്പെട്ട കൃഷിക്കാര്
അവർക്ക് 4% ഗോൾഡ് ലോൺ കിട്ടിയിരുന്നു. 4 തവണയാണ് കത്തെഴുതിയത്. ഇത് ദുരുപയോഗം ചെയ്യുകയാണ്. ആ ലോൺ നിർത്തണം. പാവപ്പെട്ടവന് കിട്ടിയിരുന്ന ആ ലോൺ മുടക്കി. എന്തൊക്കെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക്. ഇവിടെ കൊയ്ത്ത് യന്ത്രം ഇറക്കി. തൃശൂർ ജില്ലയിൽ 104 കൊയ്ത്ത് യന്ത്രം, 104 കൊയ്ത്ത് യന്ത്രം, 26 കോടി രൂപ, 50% സബ്സിഡിയാണ്. എന്താ പരിപാടി എന്നറിയോ? കൊയ്ത്ത് യന്ത്രം ബിനാമി പേരിൽ ഇറക്കും, എന്നിട്ട് 50% സബ്സിഡി വാങ്ങും, എന്നിട്ട് തമിഴ്നാട്ടിലേക്ക് മറിച്ചു വെക്കും. 26 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളത് സുനിൽകുമാർ മന്ത്രിയായിരുന്ന കാലത്താ. ഇത് വെറുതെ അല്ല, കോടതിയിൽ കേസാ, കോടതിയിൽ കേസാ. കൃഷിമന്ത്രിയായിരിക്കുന്ന കാലത്ത് 2019 കാലത്ത് തൃശൂർ ജില്ലയിൽ മാത്രം കൊയ്ത്ത് യന്ത്രത്തിൽ അഴിമതി 26 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മംഗളപത്രത്തിൽ വായിച്ചു. എന്താണ് ചെത്തത്? കള്ളു ചെത്ത് തൊഴിലാളി സഹകരണ സംഘത്തിൽ ഒരു സ്ത്രീയെ അവരുടെ രേഖ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അവരുടെ നഗ്നചിത്രം എടുക്കാൻ നോക്കി. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി, അവിടുത്തെ സെക്രട്ടറിയാ കള്ളു ചെത്ത് തൊഴിലാളി സഹകരണ സംഘത്തിന്. ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത് ഇവരൊക്കെ വലിയ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്ന ആളുകൾ. ആരാ സംരക്ഷിക്കുന്നത്? ഇവരൊക്കെയല്ലേ സംരക്ഷിക്കുന്നത്. പിന്നെ എങ്ങനെ വോട്ട് കിട്ടാനാ? എങ്ങനെ വോട്ട് കിട്ടാനാ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കണം. കാക്കാശിന്റെ ഗുണമില്ല. ഭരിച്ചിരുന്ന കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികളൊക്കെ പൂട്ടിക്കെടുക്കുക. ബനാന ഫാക്ടറിയാ പൂട്ടിക്കെടുക്കുക. ഒരു ഗുണവുമില്ല. അപ്പൊ കൂടുതലുള്ള ആളുകൾ വോട്ട് ചെയ്യും. അതിന് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ TM പ്രതാപൻ ആൾക്കാണ് അടുത്ത ക്രിമികടി. BJP ഇവിടെ ജയിച്ചതിന്റെ ആകെ ക്രിമികടിയാണ്. സുരേഷ് ഗോപി കള്ള വോട്ട് ചേർത്തു. അങ്ങനെ വോട്ട് ചേർത്തതിന്റെ പേരിലാണ് ആദ്യം പോയി ആർക്കാ പരാതി കൊടുക്കേണ്ടത്? കെ മുരളീധരനല്ലേ കൊടുക്കേണ്ടത്? അല്ലേ? വോട്ട് ഓരോ സ്ഥലത്തേക്ക് മാറ്റി ചേർക്കുന്ന കുറ്റമാണെങ്കിൽ TM പ്രതാപൻ ആദ്യം പരാതി കൊടുക്കേണ്ടത് കെ മുരളീധരനെതിരെയാണ്. തൃശൂർ മത്സരിക്കുമ്പോ കെ മുരളീധരൻ വോട്ട് തൃശൂരാ. പിന്നെ കെ മുരളീധരൻ കോഴിക്കോട്ട് മത്സരിക്കാൻ പോയപ്പോ വോട്ട് കോഴിക്കോടാ. പിന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോയപ്പോ തിരുവനന്തപുരത്തെ വോട്ട്. 3 സ്ഥലത്തേക്കാ മാറ്റി ചേർത്തിട്ടുള്ളത്. MP വിൻസെന്റ് പുതുക്കാട്ടുകാരനാ. ഒല്ലൂർ മത്സരിക്കാൻ വന്നപ്പോ ഒല്ലൂരാണ് വോട്ട്. ഇതിനല്ലേ ഇരട്ട വോട്ട് എന്ന് പറയുന്നത്? അല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പൊ സ്വന്തം പാർട്ടിക്കാർ ഇതൊക്കെ ചെയ്താൽ അതിനെതിരെ പരാതി കൊടുക്കാൻ ഒരു സമയവുമില്ല. നിങ്ങളൊക്കെ പരാതി കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എന്നെ കൊണ്ട് മുഴുവൻ പറയിപ്പിക്കണ്ട. നിങ്ങളുടെയൊക്കെ പാർട്ടി നേതാക്കന്മാരുടെ വീട്ടിലെ ചെറ്റ മുഴുവൻ പൊക്കാൻ പോയ നിങ്ങളെ യൂത്ത് കോൺഗ്രസിലെ നേതാവിനെതിരെ പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ സുരേഷ് ഗോപിക്കെതിരെയല്ല. വിവാഹ വാഗ്ദാനം നൽകി മകളെ പീഡിപ്പിച്ചു, പരാതി കൊടുക്കാൻ യോഗ്യനായ TM പ്രതാപൻ കൊടുക്കണം. കൊടുത്താൽ ഞങ്ങൾ ആ അച്ഛന്റെ കൂടെ നിൽക്കും, ആ പീഡിപ്പിക്കപ്പെട്ട മകളുടെ കൂടെ ഞങ്ങൾ നിൽക്കും. അല്ലാതെ സുരേഷ് ഗോപിക്കെതിരെയല്ല നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇത് ഞങ്ങൾ പോരാടി നേടിയ വിജയമാണ്. ഇത് തൃശൂരിലെ ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ്. നിങ്ങളെപ്പോലുള്ള കാട്ടുകള്ളന്മാരെ പടിയടച്ച് പിണ്ടം വെച്ച് തൃശൂരിലെ ജനങ്ങൾ എഴുതിയ ജനവിധിയാണ്. ഇതിനെ മാനിക്കാൻ നിങ്ങൾ തയ്യാറാക്കണം. ഇതിനെ മാനിക്കാൻ ഇനിയും നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ജില്ലയിലെ ജനങ്ങൾ നിങ്ങൾ അറബിക്കടലിൽ ഒഴുക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ജനാധിപത്യ ധ്വംസനം നടത്തുന്ന, ജനവിധിക്കെതിരെ കള്ളപ്രചരണം നടത്തുന്ന, രാഷ്ട്രീയ ഉപജീവന മാർഗമായിട്ടുള്ള ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയാനും യഥാർത്ഥ ജനാധിപത്യവാദികൾക്കൊപ്പം നിലകൊള്ളാനും സുരേഷ് ഗോപിക്ക് അടിയുറച്ച പിന്തുണ നൽകാനും ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.